जब हमारी बहनों बेटियों का सिंदूर छीना गया तो हमने आतंकियों के फन को उनके घर में घुस के कुचल दिया। वो कायरों की तरह छिप कर आए थे, लेकिन भूल गए उन्होंने जिसे ललकारा है वो हिंद की सेना है। आपने उन्हें सामने से हमला करके मारा। आपने आतंक के तमाम बड़े अड्डों को मिट्टी में मिला दिया। നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കാൻ ഭീകരർക്ക് ഒരു താവളവും ഉണ്ടാകില്ല, വീട്ടിൽ കയറി കൊന്നിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ ഈ മുന്നറിയിപ്പ് രാജ്യത്തിന്റെ ധീര ജവാന്മാർ നിറഞ്ഞ കയ്യടിയോടെയാണ് ഏറ്റെടുത്തത്. പാകിസ്ഥാൻ തകർത്തെന്ന് അവകാശപ്പെട്ട ഇന്ത്യയുടെ അഭിമാനമായ ആദംപൂർ വ്യോമത്താവളത്തിലെ രാജ്യത്തിന്റെ സുദർശന ചക്രമായ S-400 മുന്നിൽ നിന്ന് മോദി സൈനികരെ സല്യൂട്ട് ചെയ്തത് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാന് മുഖമടച്ചുള്ള മറുപടിയായി. പാകിസ്ഥാൻ ഇനി ഡ്രോണുകളും മിസൈലുകളും അയച്ചാലും തകർത്ത് തരിപ്പണമാക്കുമെന്ന മുന്നറിയിപ്പും. പ്രധാനമന്ത്രിയും വിദേശ മന്ത്രാലയവും എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകി കഴിഞ്ഞു. ഭീകരരെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്, പാകിസ്ഥാൻ ഇന്ത്യൻ ജനതയെയും സൈനികരെയും. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിൽ പോകൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. എല്ലാം സാറ്റലൈറ്റ് ഇമേജിലൂടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ വ്യക്തമായി കാണിച്ചു കൊടുത്തപ്പോൾ ഇന്ത്യക്ക് നാശമുണ്ടാക്കിയെന്ന് വാചകമടിയല്ലാതെ പാകിസ്ഥാന്റെ കയ്യിൽ ഒരു തെളിവുമില്ല. നിൽക്കക്കള്ളിയില്ലാതെ വെടിനിർത്തലിന് പാകിസ്ഥാൻ യാചിച്ചു. ഒരു മൂന്നാം കക്ഷിയുമായും ഇന്ത്യ ചർച്ച നടത്തിയിട്ടില്ല. ഇനിയും ഭീകരത തുടർന്നാൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരും. ഭീകരർക്ക് പാകിസ്ഥാനിൽ ഒരിടത്തും നടക്കാനാവില്ല, വീട്ടിൽ കയറി തീർത്തിരിക്കും. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം. ചർച്ച പാക് അധീന കശ്മീരിനെ കുറിച്ച് മാത്രം. ആണവായുധം കാട്ടി പേടിപ്പിക്കേണ്ടെന്ന് മോദി മുന്നറിയിപ്പ് നൽകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാക് വാദങ്ങൾ കള്ളമെന്ന് ഇന്ത്യ തെളിയിക്കുകയല്ലേ? പ്രൈം ഡിബേറ്റിൽ ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ രഘുനാഥ് നായർ, ശ്രീ മേജർ രവി, ശ്രീ റോണി കെ ബേബി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മേജർ രവി, ഇന്ന് ആദംപൂരിൽ വ്യോമത്താവളത്തിൽ S-400 മുന്നിൽ നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി സല്യൂട്ട് ചെയ്തത്. അതും ധീര ജവാന്മാരുടെ മുന്നിൽ നിന്നാണ് ആ സല്യൂട്ട്. അവർക്കുള്ള സല്യൂട്ടായിരുന്നു ഇത്. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ആദംപൂർ വ്യോമത്താവളം ഇനി നന്നാക്കിയെടുക്കുവാൻ കുറെ ദിവസങ്ങൾ വേണ്ടിവരും, S-400 പാകിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ. ആ വാചകമടിക്കുള്ള മുഖമടച്ചുള്ള മറുപടിയല്ലേ ഇന്ന് പ്രധാനമന്ത്രി നൽകിയത്? ഒരു സംശയമില്ല, നമ്മുടെ പ്രധാനമന്ത്രി ഏത് സമയത്തും എപ്പോഴും ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട്, അല്ല വെറുതെ ഒരു വാക്കങ്ങ് പറയരുത്. അന്ന് ആദ്യത്തെ അദ്ദേഹം ബീഹാർ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ആപ് ലോഗ് കहीं पर भी भाग जाओ आपकी हड्डे में आके चुन चुन के मारूंगा. അതാണ് നമ്മൾ ചെയ്തത്. ആ ആദ്യത്തെ അറ്റാക്ക് എന്ന് പറഞ്ഞ 6 സ്ഥലങ്ങളിൽ നമ്മൾ അടിച്ചിട്ടുള്ള സ്ഥലത്ത് ചുൻകെ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ചുൻകെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അടിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെറൊരു വാക്കല്ല എന്നുള്ള അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ആദംപൂർ എയർബേസിൽ നിന്നുണ്ട്. ആദംപൂർ എയർബേസ് എന്ന് പറയുന്നത് വെരി തന്ത്രപ്രധാനമായിട്ടുള്ളൊരു എയർബേസാണത്. അതിനകത്തുനിന്ന് അത് ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്ക്ലോസ് വാട്ട് ആർ ദ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ഫ്രം ദർ ആൻഡ് ഹൗ എത്ര ക്ലോസ് ആണ് ഈ ആദംപൂർ എന്നുള്ളത്. വളരെയധികം പ്രധാനപ്പെട്ടുള്ളൊരു എയർബേസാണ്. അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് സല്യൂട്ട് അടിച്ചുകൊണ്ട് ഇത് പറയുന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വലിയൊരു സന്ദേശം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു 4 ദിവസം കഴിഞ്ഞപ്പം കൊടുത്തിരിക്കുന്നത്. പല സ്ഥലത്തും പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആ നിർത്തുന്ന സമയത്തും പറഞ്ഞിട്ടുള്ള എന്താണ്, നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നിങ്ങൾ മണ്ണിൽ നടത്തിക്കണമെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളായിരിക്കും തിരിച്ചടി, അല്ല വെറൊരു സർജിക്കൽ സ്ട്രൈക്കോ അതൊന്നും ആവില്ല, ഞങ്ങളിങ്ങനെ തെരഞ്ഞു പിടിച്ചടിക്കും. പിന്നെ വേറൊന്നുണ്ട് മഞ്ജുഷ്, ഇന്ന് പലർക്കും ചോദിക്കുന്നൊരു ചോദ്യം, എന്നോട് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ് പലരും എന്നെ വിളിച്ചുകൊണ്ട്, സാർ എന്തേ സാർ പെട്ടെന്ന് നമ്മളിങ്ങനെ ജയിച്ചുകൊണ്ട് പോവല്ലായിരുന്നു, എന്തേ സാർ പെട്ടെന്ന് അങ്ങ് നിർത്തിയതെന്ന്.
അതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാൻ പോലും അവരുടെ പത്രസമ്മേളനം എല്ലാവരും ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ട്രംപിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടിയുടെ ഇടപെടലോ ഒന്നും അല്ലാതെ ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യുറേനിയം നമ്മുടെ ഒരു മിസൈൽ പോയി വീണിരിക്കുന്നത് വളരെ ക്ലോസ് ആയിട്ട് അവരുടേതായിട്ടുള്ള ആ ന്യൂക്ലിയർ സ്റ്റേഷൻ്റെ അടുത്താണ് പോയി വീണിരിക്കുന്നത്. അതിപ്പോൾ രഘു ഇവിടെ ഇരിപ്പുണ്ട്. ഹിൽ ബി ഗിവിങ് യു എ പ്രോപ്പർ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് നമ്മുടെ ഷെല്ലാക്രമണം കൊണ്ടുള്ള ഷിവറിങ് കൊണ്ടാണോ എന്തോ ആയിക്കോട്ടെ, ദേ ഹാഡ് എ യുറേനിയം ലീക്കേജ്. ഈ യുറേനിയം ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അത് വളരെയധികം ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അത് വളരെയധികം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ് റേഡിയേഷൻ. പക്ഷേ ഇതെന്ന് പറയുന്നത് ആ ലീക്കിനെ അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ദാറ്റ് ഹസ് ഷേക്കൻ പാകിസ്ഥാൻ. ബിക്കോസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ മിസൈൽ അവിടെ പോയി വീണിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ചിന്താഗതി എന്തായിരുന്നു? ഇത്രയും സ്ഥലം ഇവിടെ വന്നിട്ട് ഇതുവരയ്ക്ക് ഉള്ളിലോട്ട് വന്നിട്ട് ഇന്ത്യൻ മിസൈലുകൾക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ അതും നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റാതിരുന്നൊരവസ്ഥ. അതാണ് അതിൻ്റെ അണ്ടർലൈൻ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം. ഇതിവിടെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞതുമില്ല എങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ അവിടെ എത്താൻ ഒരു 25 കിലോമീറ്റർ 30 കിലോമീറ്റർ 50 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ്, അതൊന്നുകൂടെ ഒന്ന് ഗ്രിഡ് റെഫറൻസ് ഒന്ന് മാറ്റിയിട്ട് അങ്ങ് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് 5 മീറ്ററിൻ്റെ പ്രെസിഷൻ ഷൂട്ടിങ്ങിൽ അവിടെ എത്തിയിരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇമ്മീഡിയറ്റ്ലി ദേ ഹാവ് കോൾഡ് അമേരിക്ക ഡെഫിനറ്റ്ലി. പക്ഷെ അതേ സമയത്ത് തന്നെ അവരുടെ DGMO നമ്മുടെ DGMOനെ ആർമി DGMOനെ വിളിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള സംസാരത്തിൽ നമ്മുടെ DGMOൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഇത്രയായിരുന്നു: നിങ്ങൾ ഇവിടെ വന്ന് അടിച്ചു 22-ാം തീയതി, അതിന് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നു. അപ്പം നിങ്ങളവിടെ മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടടിച്ചു അങ്ങോട്ടും അടിക്കും. ഈ അടി നടന്നുകൊണ്ടിരിക്കും. വിദേശ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഈ ട്രംപിന്റെ വാദങ്ങളെ കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചത് വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിനോട്. അദ്ദേഹം കൃത്യമായിട്ട് പറയുകയുണ്ടായി, അന്ന് 10-ാം തീയതി ശനിയാഴ്ച, അന്നാണല്ലോ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്, അന്ന് രാവിലെ 12:35-ന് പാക് ഹൈക്കമ്മീഷനിൽ നിന്ന് ഇങ്ങോട്ട് വിളി വരികയായിരുന്നു. അപ്പോൾ ഹോട്ട്ലൈൻ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വിളിക്കാമെന്ന് ഒരു ടൈം ഫിക്സ് ചെയ്തു. അതാണ് 3:35 എന്ന ഉച്ച കഴിഞ്ഞുള്ള സമയം. ആ സമയത്ത് പാക് DGMO ഇന്ത്യൻ DGMOയെ വിളിച്ചു. 3:35, അതെ 3:35. ആ സമയത്ത് പാക് DGMO ഇന്ത്യൻ DGMOയെ വിളിച്ചു. അവർ തമ്മിൽ ചർച്ച നടത്തി. അപ്പോഴാണ് താങ്കൾ പറഞ്ഞ ഈ കാര്യം ഇന്ത്യൻ DGMO അറിയിച്ചത്: നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിർത്താം, നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന്. അവിടെ ഇന്ത്യൻ വ്യവസ്ഥകൾ പാകിസ്ഥാൻ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും അക്കാര്യം പറഞ്ഞിരുന്നു. ഭീകരതയെ ഇനിയും വളർത്താനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും എന്നുള്ള കാര്യം. ഈ വ്യവസ്ഥ കൃത്യമായി പാകിസ്ഥാൻ അംഗീകരിച്ചു, സമ്മതിച്ചു, ഇനി ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് വെടിനിർത്തലിന് സന്നദ്ധമായത് എന്ന്. എന്നിട്ടും ഇപ്പോൾ ശ്രീ റോണി കെ ബേബി, കോൺഗ്രസ് ഇപ്പോഴും സംശയം പറയുന്നത് ഈ പറയുന്ന ട്രംപിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണല്ലോ. ട്രംപ് പറയുന്നതാണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്, അതോ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നതാണോ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നതും ഞങ്ങൾ ഉൾക്കൊള്ളുന്നതും. പക്ഷേ ഇവിടെ ട്രംപ് ഏകദേശം 3 തവണ നടത്തിയ പരാമർശങ്ങൾ, ആ 3 പരാമർശങ്ങളോട് ഉചിതമായി പ്രതിരോധിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനങ്ങൾ, ഞങ്ങൾ ഉയർത്തുന്ന സംശയങ്ങൾ, അത് ഇപ്പോഴും പ്രസക്തമായി തന്നെ നിലനിൽക്കുക. ആ സംശയങ്ങൾക്ക് ആധികാരികമായ മറുപടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയാൽ, വിശ്വസനീയമായ മറുപടി ഞങ്ങൾക്ക് നൽകിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് തന്നെ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു മറുപടി ഉണ്ടാകുന്നില്ല. ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് 10-ാം തീയതി അന്നാണല്ലോ വെടിനിർത്തൽ വന്നത്. ആ 10-ാം തീയതി 12:30 ശേഷം വന്ന ഡെവലപ്മെന്റ്സ് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. പക്ഷേ 8-ാം തീയതി 9-ാം തീയതി ഇവിടെ കൃത്യമായി തന്നെ അമേരിക്ക പറയുന്നത്, അതിലേക്ക് നമുക്ക് ഇതേവരെ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ 8-ാം തീയതിയും 9-ാം തീയതിയും രാത്രി പാകിസ്ഥാൻ ഇങ്ങോട്ട് ഡ്രോണുകൾ അയച്ചപ്പോൾ 9-ാം തീയതി രാത്രി വൈകിയും അതുപോലെ തന്നെ 10-ാം തീയതി പുലർച്ചെയും പാകിസ്ഥാന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര നാശം ഇന്ത്യ ഉണ്ടാക്കി കൊടുത്തു. വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളുമായിട്ട് ഏതാണ്ട് 8 തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് അവിടെ തകർന്നത്. അവിടെ റൺവേയിൽ ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ട ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നു. ഇതെല്ലാം കൃത്യമായി സാറ്റലൈറ്റ് ഇമേജിലൂടെയും മറ്റു ഫോട്ടോകളിലൂടെയും കൃത്യമായിട്ട് ഇന്ത്യൻ സൈന്യം അതിൻ്റെ 3 സൈനിക വക്താക്കളും കൃത്യമായിട്ട് വന്ന്
2 ദിവസം കൃത്യമായിട്ട് ഓരോ ചിത്രങ്ങളും വെച്ച് ബ്രീഫ് ചെയ്തതാണ്. എന്നിട്ടും കോൺഗ്രസിന് അത് ബോധ്യമായിട്ടില്ല എന്നാണോ? അങ്ങനെ ശക്തമായ ഒരു സൈനിക തിരിച്ചടി കിട്ടിയതോടുകൂടി പാകിസ്ഥാൻ വഴങ്ങുകയായിരുന്നു. അത് നിങ്ങൾ ട്രംപിനെ എന്തിനാണ് വലിച്ചിഴക്കുന്നത്? ഇന്ന് കൃത്യമായിട്ട് വിദേശകാര്യ മന്ത്രാലയ വക്താവിനോട് മാധ്യമങ്ങൾ ചോദിച്ചതും ട്രംപ് ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു 3ാം ലോക രാജ്യം ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ്. അതിനാണ് കൃത്യമായിട്ട് മറുപടി നൽകിയത്. DGMOമാർ തമ്മിൽ ചർച്ച ചെയ്താണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അത് പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു എന്ന്. അതിൽ എന്ത് ക്ലാരിറ്റി കുറവാണുള്ളത്? ഞങ്ങളല്ലല്ലോ ട്രംപിനെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കുന്നത്. ട്രംപ് തന്നെ നടത്തുന്ന പരാമർശങ്ങൾ, അദ്ദേഹം ഇന്നലെ തന്നെ നടത്തിയ പരാമർശം എന്താ? ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനെയും ഞങ്ങൾ ഭീഷണിപ്പെടുത്തി. ലോകത്ത് ആദ്യമായിട്ടാണ് വ്യാപാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ട്രേഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ അന്ത്യത്തിലേക്ക് ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സംശയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയുടെ സൈന്യം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, നേട്ടങ്ങൾ, ഇവിടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ഈ രാജ്യത്തെ 145 കോടി ജനങ്ങളും ഈ രാജ്യത്തിന്റെ സൈന്യത്തെ, അവരുടെ ശക്തിയെ, അവർ നൽകിയ പ്രഹരത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്, ഞങ്ങൾ സല്യൂട്ട് ചെയ്യുകയാണ്. വി ആർ ഓൾസോ സല്യൂട്ടിങ് അവർ ഗ്രേറ്റ് ഇന്ത്യൻ ആർമി. പക്ഷേ അവിടെ വന്നിരിക്കുന്ന ചില കല്ലുകടികൾ, കാരണം നമ്മുടെ വിദേശ നയത്തിൽ, കാരണം ഞങ്ങൾ ഇത് പറയുന്നത് എന്താണെന്നറിയോ, ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാകും. കാരണം 1971 സിംല കരാറിന് ശേഷം അത് മാറി വന്ന സർക്കാരുകൾ, കോൺഗ്രസ് മാത്രമല്ല 1971 ശേഷം ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. അവിടെ BJP ഭരിച്ചിട്ടുണ്ട്, ജനതാദൾ ഭരിച്ചിട്ടുണ്ട്, ജനതാ പാർട്ടി ഭരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെടുത്ത ശക്തമായ സ്റ്റാൻഡ്, അത് 91 PV നരസിംഹറാവു ആയിക്കോട്ടെ, 99 അടൽ ബിഹാരി വാജ്പേയി ആയിക്കോട്ടെ, ഇന്ദർ കുമാർ ഗുജറാൾ ആയിക്കോട്ടെ, എല്ലാവരും എടുത്ത സ്റ്റാൻഡ് പലതവണ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതിനകത്തൊരു മധ്യസ്ഥത വഹിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മാറി വന്ന ഭരണകൂടങ്ങൾ, ഞാൻ പറഞ്ഞില്ല കോൺഗ്രസ് മാത്രമല്ല, അത് പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. കശ്മീരിന്റെ കാര്യത്തിൽ ഒരു 3ാം കക്ഷിയുടെ ഇടപെടലും വേണ്ട. മാത്രമല്ല കശ്മീരിനെ കുറിച്ച് ചർച്ചയേ ഇല്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇനി ചർച്ച ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, POKയുടെ കാര്യത്തിൽ മാത്രം. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞപ്പോൾ POK, പാക് അധീന കശ്മീർ ഞങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യം ഉച്ചത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും കോൺഗ്രസ് കേട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, അത് വളരെ അല്ലെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ, അദ്ദേഹം എന്തുകൊണ്ട് ട്രംപിനെ, അദ്ദേഹത്തിന്റെ വളരെ ആവേശഭരിതമായിട്ടുള്ള പ്രസംഗം, ഉജ്ജ്വലമായ പ്രസംഗം, അതൊക്കെ ഇന്നലെ നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷേ ആ പ്രസംഗത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ട്രംപ് വീണ്ടും പറഞ്ഞത്. ട്രംപ് പറഞ്ഞത് എന്താ? ഞാൻ ഭീഷണി മുഴക്കി, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേരെ ഭീഷണി മുഴക്കുന്നതിന്റെ ഇളമായിട്ടാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടായത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ വിക്രം മിസ്രി എന്ന് പറയുന്ന ആ വളരെ മിടുക്കനായിട്ടുള്ള ആ ഉദ്യോഗസ്ഥന് നേരെ എത്രയോ വലിയ സൈബർ ആക്രമണമാണ് ഈ ഭാഗത്ത് ഉണ്ടായത്. ഇങ്ങനെ ഒരു സീസ് ഫയർ, വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെടിനിർത്തൽ വന്നു. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അക്കൗണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ പൂട്ടേണ്ടി വന്നു. എന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ബലിയാടാകുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ IAS IPS അസോസിയേഷനുകൾ ഏകകണ്ഠമായിട്ടാണ്, സംയുക്തമായിട്ടാണ് വിക്രം മിസ്രിയെ സംരക്ഷിച്ചുകൊണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കാരണം അത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു വലിയ വികാരമാണ്. ഞാനതിനെ അദ്ദേഹത്തിനെതിരെ നടന്ന സൈബർ ആക്രമണത്തെയോ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കെതിരെയോ നടന്ന ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടല്ല. പക്ഷെ ഇന്ത്യയിൽ നിൽക്കുന്ന വലിയ വികാരമുണ്ട്. എന്തിനാണ് ഇത്ര പെട്ടെന്ന്? പക്ഷെ അവിടെ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായി അല്ലെ എന്ന് പറയുമ്പോൾ നമ്മുടെ വിദേശ നയത്തിൽ നിന്നും വലിയൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരി ശ്രീ റോണിക്ക്, പക്ഷേ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി പാകിസ്ഥാനെ നട്ടം തിരിയിച്ച ശേഷമാണ്, പാകിസ്ഥാൻ യാചിച്ചപ്പോഴാണ് ഇന്ത്യ ഒരു സീസ് ഫയറിന് സമ്മതിച്ചത്. പാകിസ്ഥാൻ ഇനിയും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ എത്രമാത്രം നാശം ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ചിത്രങ്ങൾ സഹിതം, വീഡിയോ ദൃശ്യങ്ങൾ സഹിതം തെളിവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടിയിട്ടുമുണ്ട്. പാകിസ്ഥാനിൽ നിന്നൊന്നും വന്നിട്ടുമില്ല. എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഈ സീസ് ഫയർ എന്ന രീതിയിലാണ്. ശ്രീ യുവരാജ് മറുപടി, ട്രംപിന്റെ പേര് പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നതാണ് ആക്ഷേപത്തിന് കാരണമായിരിക്കുന്നത്. നോക്കൂ, ട്രംപ് മോദിയുടെ പേര് പറഞ്ഞോ? ഇല്ലല്ലോ. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ പേരെടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിനിന് വേണ്ടിയിട്ട് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഭാരതം അതിനനുസരിച്ച് തന്നെ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താണ്? ഇന്ത്യയോട് പറഞ്ഞു, പാകിസ്ഥാനോട് പറഞ്ഞു എന്നാണ്. ഇന്ത്യ തിരിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഇവിടെ വന്നൊന്നും പറയാൻ പറഞ്ഞിട്ടുമില്ല. അമേരിക്ക പറയുന്നതിനെ ഒന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം ഈ ശ്രീ റോണി കെ ബേബി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 വർഷങ്ങൾക്ക് മുമ്പ് S-400 എന്ന് പറയുന്ന ഇത് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത്
അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ പോയി പണി നോക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ S-400 വാങ്ങി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞതിനേക്കാളിലും വലിയ ഭീഷണിയൊന്നുമല്ല ഈ പറയുന്ന ട്രേഡ് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത്. ഇത് മനസ്സിലാക്കുവാൻ സാമാന്യ കോമൺ സെൻസ് മാത്രം നമുക്ക് മനസ്സിലാവും. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും, സാങ്ഷൻസ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പോയി പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് റഷ്യയിൽ നിന്ന് S-400 വാങ്ങിക്കുവാനുള്ള നട്ടെല്ലും നെഞ്ചുറപ്പും ആർജവവും നമ്മളെ രാഷ്ട്രത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളെ ഭരിക്കുന്ന സർക്കാരിനുണ്ട് എന്നുണ്ടെങ്കിൽ, അമേരിക്ക അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ട്രേഡിനെ ബാധിപ്പിക്കുമെന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ അമേരിക്കയ്ക്ക് മുമ്പിൽ എന്താണ് ഇത്തരത്തിൽ മുട്ടുമടക്കി കൊടുക്കുമെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കോമൺ സെൻസ് നമുക്കുള്ളതിൻ്റെ പ്രശ്നം മാത്രമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടമാണ്, പഴയ കാലഘട്ടമൊന്നുമല്ല. ഒരു ഫോൺ കോൾ എവിടെയാണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അതിന് എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ സുതാര്യമായിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിലവിൽ പാകിസ്ഥാൻ്റെ DGMO ആണ് ഇന്ത്യയെ വിളിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യൻ ആർമി പറയുന്ന സമയത്ത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അതിൻ്റേതായിട്ടുള്ള എവിഡൻസ് എടുത്ത് പുറത്തു വയ്ക്കാമല്ലോ, ഇല്ലേ? അല്ല, ഞങ്ങളെയാണ് വിളിച്ചിരിക്കുന്നത്, ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിരുത്തി അമേരിക്ക അതേ ഇന്ന രീതിയിൽ സംസാരിച്ചാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് എവിഡൻസ് പുറത്തു വയ്ക്കാമല്ലോ. ഇന്ത്യൻ ആർമി നോക്കൂ, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലതവണ ഈ പറയുന്ന പ്രസ് മീറ്റുകൾ വിളിക്കുന്നുണ്ട്, പ്രസ് മീറ്റുകളുടെ സമയം മാറുന്നുണ്ട്. ഈ വരുന്ന പ്രസ് മീറ്റുകളിൽ തന്നെ ഒരു പരിധി വിട്ടിട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നില്ല. മെഷേർഡ് സ്ട്രൈക്ക്, പ്രൊപ്പോർഷനേറ്റ് സ്ട്രൈക്ക്, ഇങ്ങനെ മാത്രം പറയുന്നു. സ്വാഭാവികമായിട്ടും കണ്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക്, നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിഡൻസ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആ കഴിഞ്ഞ ഒരു 48 മണിക്കൂർ കൊണ്ട് അവരത് പ്രസ് മീറ്റ് നടത്തുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രൊഫഷണൽ ആണെന്ന്. അവർ അനാവശ്യമായിട്ടൊരു വാക്ക് പോലും പറയാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട്, ലോകത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് പാകിസ്ഥാൻകാർ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്, ടിക്ടോക്കിലുണ്ട് എന്നൊന്നും പറയാതെ വിത്ത് എവിഡൻസ് ആൻഡ് പ്രൂഫ് അവരത് പ്രസന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു അവർ ടൈം എടുത്തിരുന്നത് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇന്ത്യൻ ആർമിയുടെ, ഇന്ത്യൻ ഡിഫൻസിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രൊഫഷണലിസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ്. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും സുതാര്യമായും അത്രയും പ്രൊഫഷണലായും മാത്രമേ ലോകത്തോട് സംവദിക്കൂ എന്ന് പറയുന്നത് നമ്മുടെ വാശിയാണ്. അത് BJP ഭരിച്ചാലും ശരി, കോൺഗ്രസ് ഭരിച്ചാലും ശരി, ആര് ഭരിച്ചാലും ശരി, അത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ എന്തെങ്കിലും എടുത്തു ചാടി ഉള്ള കാര്യങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ന്യൂക്ലിയർ ശക്തിയാണ്, രാവിലെ എടുത്തിട്ട് പൊട്ടിക്കും, വൈകുന്നേരം എടുത്തിട്ട് പൊട്ടിക്കും, ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള ജൽപ്പനങ്ങളോ അപക്വമായിട്ടുള്ള ഒരു പരാമർശമോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല എന്നുള്ള 142 കോടി ജനങ്ങൾക്കും അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു ട്രംപ് പറഞ്ഞു ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ ട്രംപ് ആക്കി പിന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്തൊക്കെ പറയുന്നുണ്ട്? നിങ്ങൾ എന്താ അത് പറയാത്ത? ഇപ്പോൾ നരേന്ദ്രമോദി ഇന്നലെ വന്ന് നിന്നിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പേരെടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒരു മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എത്ര പ്രാധാന്യമാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുത്തത്, അതേ പ്രാധാന്യം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റിന് കൊടുത്തിട്ടുള്ളൂ. രണ്ടുപേരുടെയും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, രണ്ട് രാജ്യങ്ങളെ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു മൂന്നാം രാജ്യം ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെ നോക്കിയിട്ട് നിങ്ങളെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ശരി, ഭീഷണിപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ അതിനുള്ള എവിഡൻസ് വെക്കുന്നേ. നിങ്ങൾ ഇതിന് മുമ്പ് ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ വകവെച്ച് കൊടുത്തോ? നിങ്ങൾ പറയുന്ന എന്തെങ്കിലും കേട്ടോ? നമ്മൾ പൊക്രാനിൽ ആണവ വിക്ഷേപം നടത്തുന്ന സമയത്ത്, ആണവ പരീക്ഷണം നടത്തുന്ന സമയത്ത് എന്ത് പറഞ്ഞു? ഞങ്ങളെ സാങ്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ സാങ്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു, എന്നിട്ട് നമ്മൾ വഴങ്ങി കൊടുത്തോ? ഇല്ല. S-400 വാങ്ങുന്ന സമയത്ത് അവർ സാങ്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ വഴങ്ങി കൊടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ പൂർവ്വകാല ചരിത്രം കൂടി നോക്കുക, നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് മാറി മാറി വന്നിരിക്കുന്ന കാലഘട്ടങ്ങളിൽ. അങ്ങനെ അമേരിക്കയുടെ എന്തെങ്കിലും ഒരു ട്രേഡിന്റെ ഭീഷണി എന്ന് പറയുമ്പോൾ മുട്ടുമടക്കി കൊടുക്കേണ്ടെന്ന സാഹചര്യമൊന്നും നിലവിലെ ഭാരതത്തിന് ഇല്ല എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് പോലും നല്ല ധാരണയുണ്ട്. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ചിലത് പ്രൂവ് ചെയ്യാനുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ PR എക്സസൈസിന് വേണ്ടിയിട്ട് അത് ചെയ്യുമായിരിക്കും. അദ്ദേഹം അപക്വമായിട്ട് അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിലവിലെ
ഭാരതത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ കളിക്കുവാനുള്ള ഒരു താല്പര്യം കാര്യമില്ല. പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പാകിസ്ഥാനോടും പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയോടും പറഞ്ഞിട്ടുണ്ട്. 10-ാം തീയതി പുലർച്ചെ അത്ര വലിയ നാശമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ഉണ്ടാക്കിയത്. തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുവാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഒരു പോകൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ നേരത്തെ സൈനികരവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ 11 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അതിലൊരു സ്ക്വാഡ്രൺ ലീഡറും ഉൾപ്പെടുന്നുമുണ്ട്. ശ്രീ രഘുനാഥ് നായർ, ഇനി എന്ത് കാര്യത്തിലാണ് കൂടുതൽ ക്ലാരിറ്റി വേണ്ടത്? ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഇന്ത്യക്ക് കാര്യങ്ങൾ ലോക ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമോ? എത്ര വാർത്താ സമ്മേളനങ്ങൾ നടത്തി, ഓരോ വാർത്താ സമ്മേളനത്തിലും ഫുൾ പ്രൂഫ് എവിഡൻസ് ആണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ തകർത്തു എന്ന് അവകാശപ്പെട്ടിരുന്ന വ്യോമകേന്ദ്രങ്ങളും അതുപോലെ തന്നെ സൈനിക താവളങ്ങളും അതിൽപ്പെട്ടതാണ് ആദംപൂർ. അവിടെ നിന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തി അവിടുത്തെ സൈനികരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ തകർത്തെന്ന് പറഞ്ഞ S-400 അവിടെ ഉണ്ടായിരുന്നു. മഞ്ജുഷ, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ, അത് പാകിസ്ഥാനിൽ ഇരുന്നിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. അതിനകത്ത് ഭയങ്കര എവിഡൻസ്, ഫോട്ടോഗ്രാഫ്സ് എല്ലാം സഹിതം S-400 തകർത്തു എന്നുള്ളതിന്റെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് സഹിതമായിട്ടൊരു ന്യൂസ്, അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചതെന്നാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആദ്യം ആ ചാനലിന്റെ ക്രെഡിബിലിറ്റി നോക്കിയത്. അപ്പോൾ പാകിസ്ഥാനി ബേസ്ഡ് ആണ്. പക്ഷെ അവര് അതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആരുടെ ഏത് ടൈപ്പ് ആക്സെന്റിൽ വേണമെങ്കിലും നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ഇംഗ്ലീഷ് ആക്സെന്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ്ട് അമേരിക്കൻസ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പൊ അതിനകത്ത് ഞാനത് കംപ്ലീറ്റ് കേട്ടു. അത് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് ഫേക്ക് ആണ്. അതിനകത്തെ ആ ഒരു ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ പ്രൊപ്പഗണ്ട എല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഒത്തന്റിസിറ്റി എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ക്രിസ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ ഓണർ. അപ്പൊ അതില് കാവ സ്പേസ് എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി. കാവ സ്പേസ്, KAWA സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. ഇന്ന് ഏറ്റവും ഒത്തന്റിക് ആയിട്ടുള്ള ഏറ്റവും ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് നമ്മുടെ ഈവൻ ഡിഫൻസിലെ പിന്നെ ടോപ്പ് ബ്രാസിൽ ഇരിക്കുന്ന ആളുകൾ വരെ ഇന്ന് എടുക്കുന്നത് കാവ സ്പേസിന്റെ ഇതാണ്. അവരുമായിട്ട് ഒരുപാട് പേർക്ക് ടൈപ്പ് ഉണ്ട്, അത് പെയ്ഡാണ്. അപ്പൊ അത്രയും ക്ലാരിറ്റി ഉള്ള കൃത്യമായ പിക്ചേഴ്സ് ഏത് ഡേറ്റിലെ വേണമോ അത് മുതൽ ഇങ്ങോട്ടുള്ളത് അവർ കൊടുത്തോണ്ടായിരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് എടുക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനമാണെന്ന് പറയുമ്പോൾ അത് വളരെയധികം അഭിമാനകരമാണ്. അപ്പൊ അവരുടെ ഇതുവരെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് വരുന്ന ഓരോ അവർ കൊടുക്കുന്ന പ്രൂഫ് എന്ന് പറയുന്നത് പ്രൂഫല്ല, അത് ക്രിയേറ്റഡ് ആണ്, എഞ്ചിനീയർഡ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സമയത്ത് നമുക്ക് എന്ത് വേണേൽ ക്രിയേറ്റ് ചെയ്യാം. അവിടെയാണ് നമ്മൾ വളരെ ഒത്തന്റിക് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ആദംപൂര് എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബേസ് ആണ്. ഇനി അവിടെ ഒരു S-400, അത് ശരിയാണ്, അവിടെ ഒരുപാട് രവി സാർ പറഞ്ഞ പോലെ ഒരുപാട് എയർഫോഴ്സിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്ക്വാഡ്രൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ അവിടെ കുറെ നാൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. എനിവേ, ആദംപൂരിന്റെ ആ ഒരു ഭൂപ്രകൃതി എനിക്കറിയാം. അപ്പൊ അതവിടെ വെച്ചിരിക്കുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് ഈ S-400 ബാറ്ററി അവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഉള്ളിൽ നിന്ന്, വളരെ ഉള്ളിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റോ ഒരു മിസൈലോ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഇതിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വാദഗതിക്ക് വേണ്ടിയിട്ട് ഈ S-400 ബാറ്ററി ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു, തകർത്തിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ശ്രീ നരേന്ദ്രമോദി ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ച. ഇനി അങ്ങനെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് 5 യൂണിറ്റ് S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനാണ് റഷ്യയിൽ നിന്ന്. അത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം 3 നമുക്ക് കിട്ടിയത്. ഇനി 2 കിട്ടാനുണ്ട്. അത് യുക്രൈൻ വാർ കാരണം നമുക്ക് ഡിലേ ആകുന്നു. ഈ വർഷം അവസാനത്തോടു കൂടി കിട്ടും. ഈ സാഹചര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ഫോർവേഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ ഈ വെസ്റ്റേൺ ബോർഡറിൽ പാകിസ്ഥാൻ ബോർഡറിലും 2 ചൈന ബോർഡറിലും കൊണ്ടുവച്ചിട്ടുണ്ട്, അതായത് ടുവേർഡ്സ് നോർത്ത്. അപ്പൊ ഈ ചൈന ബോർഡറിൽ വെച്ചിരിക്കുന്ന S-400 യൂണിറ്റിൽ നിന്ന് ഇപ്പൊ ഇതിപ്പോ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഒരു സന്നാഹമാണ്, ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു സന്നാഹമാണ് ഈ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് കൺട്രോൾ സെന്റർ ഉണ്ടാവും, അതിന്റെ റഡാർ സെന്റേഴ്സ് ഉണ്ടാവും, പിന്നെ മിസൈൽസ് ധാരാളമായിട്ട് മിസൈൽസും അതിന്റെ വെഹിക്കിൾസും എല്ലാം ഉണ്ടാവും. സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത്. ഇപ്പൊ ഇന്ന് നരേന്ദ്രമോദിയുടെ ഇതിൽ തന്നെ വിസിറ്റിൽ തന്നെ നമുക്ക് ഒരു മിസൈൽ ഫയറിംഗ് ഡിവൈസ് മാത്രമാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറച്ച് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ കാണാൻ പറ്റും. ഇതെല്ലാം ഒരുപാട് ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്.
അപ്പൊ ഒരു റോക്കറ്റ് കൊണ്ടോ ഒരു മിസൈൽ കൊണ്ടോ ഒരു ഡ്രോൺ കൊണ്ടോ ഇതിനെ പൂർണ്ണമായിട്ട് തകർക്കാൻ സാധിക്കില്ല. എപ്പോഴും അവർ എയിം ചെയ്യുന്നത് ഇതിന്റെ റഡാറിനെ ആയിരിക്കും. ഇനി അങ്ങനെ തകർക്കാൻ ഉദ്ദേശിച്ചാൽ പോലും നമ്മൾ അന്നിൽ അവരുടെ റഡാർ സിസ്റ്റങ്ങളെയാണ് കംപ്ലീറ്റ്ലി നശിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം. അപ്പൊ നമുക്ക് ഈ റേഡിയേഷൻ, ആന്റി റേഡിയേഷൻ മിസൈലുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ അവർ നമ്മുടെ റഡാറിനെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിനെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ചൈന ബോർഡറിൽ വെച്ചിരിക്കുന്ന മറ്റ് 2 S-400 യൂണിറ്റുകൾ ഉള്ളപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ്, റഡാർ യൂണിറ്റ് ആയാലും അല്ലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയാലും ഏതായാലും നമ്മുടെ ഇത്രയും പടുകൂറ്റൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങളുണ്ട്. ഒരു യൂണിറ്റിനെ ഡിസ്മാൻഡിൽ ചെയ്ത് അവിടെ നിന്ന് അത്യാവശ്യമില്ലാത്ത ഒരു സ്ഥലത്തു നിന്ന് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഈ വിമാനത്തിൽ, ട്രാൻസ്പോർട്ട് വിമാനത്തിൽ കയറ്റി ആദംപൂരിൽ കൊണ്ടുവന്ന് റീഅസംബിൾ ചെയ്യാനായിട്ട് ഏതാനും മണിക്കൂറുകളുടെ എഫേർട്ട് മാത്രമേ വേണ്ടൂ. അല്ലാതെ ഒരു S-400 പോയെന്ന് പറഞ്ഞ് ഇന്ത്യ ഉടനെ അങ്ങ് വെടിനിർത്തലിന് തയ്യാറാവും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ നെറേറ്റീവ്സ് ആണ്. അപ്പൊ അതിന്റെ പിന്നാലെ നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നതിനകത്ത് വളരെ, ഇപ്പം നമ്മൾ ഈ CL-20 എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോസീവ് അത് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് അമേരിക്കൻസ് ആണ്. അമേരിക്കയിലെ ചൈന ലേക്കിന്റെ ചുറ്റുമുള്ള സയന്റിസ്റ്റുകളാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് CL-20 എന്ന് ഇതിന് പേര് വരുന്നത്. ചൈന ലേക്ക് എന്ന് പറയുന്ന ഇതിന്റെ ഷോർട്ട് ഫോമാണ് CL-20. അമേരിക്കയ്ക്ക് ശേഷം CL-20 ഡെവലപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇതിപ്പോഴല്ല, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം ചൈനയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ CL-20യുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പ്ലോസീവ് ആണ്. അതായത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ആണ് ഈ CL-20 എന്ന് പറയുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളത്. പക്ഷേ ഇത് ഒരുപാട് ചെലവാണ്. ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ചെലവുള്ള കാര്യമാണ്. ചൈന ഇതുമായിട്ട് മുന്നോട്ട് പോയി. നമ്മൾ അതിന്റെ ഓൾട്ടർനേറ്റീവ്സ്, കാരണം ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇതിനോട് തത്തുല്യമായ പവറുള്ള ഓൾട്ടർനേറ്റീവ്സ് തപ്പി നടക്കുമായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 1 വർഷമായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഇന്ത്യൻ നേവിയുടെ സയന്റിസ്റ്റുകളാണ് സിഡ്ബെക്സ് എന്ന് പറയുന്ന പുതിയൊരു എക്സ്പ്ലോസീവ് നമ്മൾ കണ്ടുപിടിച്ചത്, സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അതായത് സിഡ്ബെക്സിന് 2.01 TNT ആണ് അതിന്റെ എക്സ്പ്ലോസീവ് പവർ. അതായത് ഒരു TNTയുടെ 2.01 മടങ്ങ്. ഇതാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ വാർഹെഡ്സിലും ബോംബിലും ആർട്ടിലറി ഷെല്ലിലും എല്ലാം ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ വേറൊരു സാധനം കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെബെക്സ്-2 ആണ് ഞാൻ ഈ പറഞ്ഞ 2.01 TNT ഉള്ള എക്സ്പ്ലോസീവ്. സെബെക്സ്-2 എന്ന് പറയുന്നത് അതാണ് ഇന്ത്യൻ നേവി ഡെവലപ്പ് ചെയ്ത്. സെർച്ച് ചെയ്യേണ്ടവർക്ക് SEBEX-2 എന്നതിനെ ഗൂഗിളിൽ കിട്ടും. സിഡ്ബെക്സ് എന്ന് പറയുന്നത് നമ്മളൊരു തെർമോബാറിക് എക്സ്പ്ലോസീവ് ആണ്. തെർമോബാറിക് എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയാം, റഷ്യ-ഉക്രൈൻ വാറിൽ റഷ്യ ഉക്രൈനിൽ ഒരുപാട് തെർമോബാറിക് എക്സ്പ്ലോസീവ് ഉപയോഗിച്ചു. ഇതൊരു തരം കൈൻഡ് ഓഫ് കെമിക്കൽ വെപ്പൺ ആണ്. പക്ഷെ അത് ഇന്റർനാഷണലി ബാൻ ചെയ്തിട്ടുള്ള വെപ്പൺസിന്റെ കൂട്ടത്തിൽ വരുന്നില്ല. എന്തുകൊണ്ടോ 4000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അത് ഉക്രൈനിൽ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്തു അതിഭയങ്കരമായ വിനാശം വഹിച്ചത്. തെർമോബാറിക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് നിന്ന് ചെറിയ ചെറിയ ഈ പിന്നെ ഫ്യൂവലിന്റെ ഇന്ധനത്തിന്റെ ഈ പെല്ലറ്റ്സ് പോലെ ആ ഏരിയ മുഴുവൻ അങ്ങ് നിറയും. സെക്കൻഡ് സ്റ്റേജിലാണ്. അപ്പൊ അങ്ങനെ നിറഞ്ഞിട്ട് അത് ആ ഏരിയയിലുള്ള ഓക്സിജനുമായിട്ട് സംയോജിക്കും. എന്ന് പറഞ്ഞാൽ ആ വലിയൊരു ഏരിയയിലെ ഓക്സിജൻ മുഴുവൻ ഇതങ്ങ് വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ടാണ് ഇതിന്റെ അടുത്ത സ്റ്റേജിലാണ് ഇതിന്റെ ഇഗ്നിഷൻ നടക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേനും അവിടെ കംപ്ലീറ്റ്ലി വലിയ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. അത് പ്രൊലോങ്ഡ് എക്സ്പ്ലോഷൻ ആയിരിക്കും. ആ പ്രദേശത്തുള്ള സകല കൂന്ത്രാണ്ടത്തിനെ അത് ചാമ്പലാക്കും എന്ന് മാത്രമല്ല അവിടെയുള്ള ഓക്സിജനെയും കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കും. അപ്പൊ അവിടെയുള്ള ജീവജാലങ്ങൾ മുഴുവൻ നശിക്കും. അപ്പൊ അത് ഇന്റർനാഷണലി ഇതിനെതിരെ ഒബ്ജക്ഷൻ ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പിന്നെ സിഡ്ബെക്സ് ബോംബുകളും അപ്പൊ ഇങ്ങനെയുള്ള അതിപ്രഹര ശേഷിയുള്ള ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ റഷ്യ, അമേരിക്ക, ചൈന ഇവരോട് കിടപിടിക്കുന്ന തരത്തിലുള്ള, അതായത് ഞാൻ ഈ പറഞ്ഞ TNT എന്ന് പറഞ്ഞ RDXന്റെ TNT 1.6 മാത്രമാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്ലാതെ കേട്ടിട്ടുള്ള ഏറ്റവും അധികം എക്സ്പ്ലോസീവ് പവർ ഉള്ള ഒരു സാധനമാണ് RDX. അതിന്റെ TNT 1.6 ആണ്. അപ്പൊ ഈ 1.6നേക്കാളും ഉയർന്ന 2.01 TNTയും ഇപ്പൊ 2.3 TNT ഉള്ള നമ്മൾ മറ്റൊരു സെബെക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ 2.5 ആണ് ഞാൻ ഈ പറഞ്ഞ സിഡ്ബെക്സിന്റെ എക്സ്പ്ലോസീവ് പവർ. ഇതൊക്കെയാണ് പാകിസ്ഥാനെ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ചേർത്ത് പറയേണ്ടത് നമ്മളിപ്പം രവി സാറ് പറഞ്ഞ ന്യൂക്ലിയർ സൈറ്റിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് രവി സാറ് പറഞ്ഞത് അത് പിന്നെ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു ഓർഗനൈസേഷൻ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാസങ്ങൾക്ക് മുമ്പായിട്ട് ഈ പറഞ്ഞ പാകിസ്ഥാന്റെ കിരാന ഹില്ലില് മാസങ്ങൾക്ക് മുമ്പ് ഇവരൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു പിക്ചർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിനകത്ത് കിരണ ഹില്ലിനോട് മലയെ നീ എന്താണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നിന്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കാവ്യാത്മകമായ രീതിയിലാണ് അവർ ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ വെറും മലയോര പ്രദേശമാണ്, അവിടെ പിന്നെ മനുഷ്യൻ താമസിക്കുന്നില്ല, ഒന്നുമില്ല. അവിടെ ഈ പറഞ്ഞ പോലെ ഗേറ്റുകളും അവിടെ ഇതുപോലെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് അല്ലെ മലയുടെ ഉള്ളിലേക്കുള്ള സാധനങ്ങളുടെ ഇതെല്ലാം ഫോട്ടോസ് സഹിതമാണ് ഇവരത് പിന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ നമ്മളത് നമ്മുടെ ടോപ്പ് ഡിഫൻസ് ബ്രാസ് എന്ന് അവർ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു പോസിബിലിറ്റി ഞാൻ പറയുകയാണ് എന്റെ സൈഡിൽ നിന്ന്, സത്യമാവണമെന്നില്ല. കാരണം 1984 വരെ 82-84 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്തും 84-ന് ശേഷം രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്തും ഒരുപാട് തവണ ഇസ്രായേൽ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ കഹൂട്ട അറ്റോമിക് പവർ പ്ലാന്റും പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഒക്കെ അടിച്ച് തകർത്തോട്ടെ, നിങ്ങളുടെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾ ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജാംനഗറിൽ ലാൻഡ് ചെയ്തിട്ട്, ജാംനഗർ എയർപോർട്ട് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ ബാക്കിയുള്ള ഫ്യൂവൽ അടിക്കാനുള്ള പെർമിഷൻ മാത്രം തരണം, ഫ്യൂവൽ തരണം. അപ്പൊ നമ്മൾ അന്തർദേശീയ എന്താ പറയാ നല്ല കുട്ടികളായതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും ഇതിന് പെർമിഷൻ കൊടുത്തില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഇസ്രായേലിനോട് ഈ പറഞ്ഞത്, കാരണം അവർ പറയുന്ന ഇസ്ലാമിക് ബോംബാണ് പാകിസ്ഥാൻ നിർമ്മിക്കുന്നത്, അത് ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുപോലെ പാരയാണ്, മുളയിലെ തുള്ളി കഴിഞ്ഞ പ്രശ്നമില്ല, ഭാവിയിൽ ഇത് പാരയാകുമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ അപ്രോച്ച് ചെയ്യുന്നത്. ഇസ്രായേലിനന്ന് സൗദി അറേബ്യയായിട്ടും UAE-യുമായിട്ടും സകല മിഡിൽ ഈസ്റ്റേൺ കൺട്രീസുമായിട്ടും പ്രശ്നമുള്ള കാലമാണ്. നമ്മൾ അനുവദിച്ചില്ല. ശരി, അത് നമ്മുടെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനായിട്ട് നമ്മൾ സഹായം കൊടുക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു പോളിസി, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഗൾഫ് വാർ നടക്കുമ്പോൾ, ആദ്യത്തെ ഗൾഫ് വാർ നടക്കുമ്പോൾ ഇറാഖിനെ ആക്രമിക്കാൻ, ഇറാഖ് അന്ന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം എണ്ണ വ്യാപാരം ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇറാഖാണ്. ആ ഗൾഫ് വാർ നടക്കുന്ന സമയത്തും ഇറാഖിൽ നിന്ന് ഒരുപാട് ടാങ്കർ എണ്ണകൾ നമ്മളൊന്ന് പുറകോട്ട് ചെകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തീരെ കുറഞ്ഞ വിലയ്ക്കോ അല്ലെ ഫ്രീ ആയിട്ടോ ഇന്ത്യയിലേക്ക് ഒരുപാട് അവർ ഒഴുക്കിയിട്ടുണ്ട്. കാരണം അത്രയും നല്ല അടുത്ത ഫ്രണ്ടായിരുന്നു. ആ ഇറാഖിനെ ആക്രമിക്കാനായിട്ട് അമേരിക്കൻ വിമാനങ്ങൾക്ക് നമ്മുടെ ഇതേ ജാംനഗറിൽ അന്നത്തെ ഗവൺമെന്റ് റീഫ്യൂവലിംഗ് ഫെസിലിറ്റി കൊടുത്തു. അപ്പോൾ ഈ പറയുമ്പോൾ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ ഇന്റർനാഷണൽ നല്ല കുട്ടി ചമയലും എല്ലാം നശിച്ചുപോയോ? അപ്പൊ ഇതിന് നമ്മളൊരു പൊളിറ്റിക്കൽ ആംഗിളിലല്ല ഞാനിത് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ആണോ ഇനി ഈ ഒരു പണി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. അത് എന്റെ ഒരു ഗസ്സാണ്, വൈൽഡ് ഗസ്സാണ്. അപ്പൊ അങ്ങനെ ഏതായാലും അവിടെ ന്യൂക്ലിയർ വികിരണം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇന്ത്യക്കാരും എന്തായാലും ഔദ്യോഗികമായിട്ട് അത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും ഈ ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ അവരുടെ ആയുധ ശേഖരത്തിൽ ഇന്ത്യ എന്തായാലും ഇടപെട്ടിട്ടില്ല, അതിലൊരു ആക്രമണവും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ശ്രീ മേജർ രവി, ഒരു കാര്യം കൂടെ അവിടെ മഞ്ജുഷേ, ഈജിപ്ഷ്യൻ എയർഫോഴ്സിന്റെ ഒരു വിമാനം, കാർഗോ വിമാനം ചൈന വഴി ഇവിടെ വന്നിട്ടുണ്ട്. നൈൽ നദീതീരത്താണ് ഈ ബോറോണിന്റെ ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ന്യൂക്ലിയർ വികിരണത്തിനെ, റേഡിയേഷനെ തടയാനായിട്ട് ഏറ്റവും നല്ലൊരു പദാർത്ഥമാണ് ഈ ബോറോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നതിന് പകരമായിട്ട് ഒരുപക്ഷെ അതിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ഈജിപ്റ്റ് എന്നൊരു വിമാനം ചൈന വഴി പാകിസ്ഥാനിൽ എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സംശയം ധാരാളമായിട്ട് വർദ്ധിക്കുന്നത്. പക്ഷെ അതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ലല്ലോ ശ്രീ രഘുനാഥ് നായർ. സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചില പാശ്ചാത്യ മാധ്യമങ്ങൾ ആ രീതിയിൽ പറയുന്നുണ്ട് എന്നാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ ഈ ഫ്ലൈറ്റ് റഡാർ ഉണ്ടല്ലോ, ഫ്ലൈറ്റ് റഡാറിൽ ഈ സാധനം വന്നിട്ടുണ്ട്. അതിനെ ഉദ്ധരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബോറോൺ ആണോ എന്ന് ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ വരണമെന്നുണ്ടെങ്കിൽ, ചൈന വഴി വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നിടത്തേക്ക് അല്ലാത്ത സാധാരണഗതിയിൽ ഒരു വിമാനം വരേണ്ട കാര്യമില്ല. ശരി, എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ല ആണവ ശേഖരത്തിൽ തൊട്ടു, അതിനാൽ ഇനി പാകിസ്ഥാൻ ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് അവർ വഴങ്ങിയതാവാം, അങ്ങനെയും ഉണ്ടാവാം. പക്ഷേ എന്തായാലും പാകിസ്ഥാൻ വഴങ്ങിയതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ മേജർ രവി, ഇന്ന് വിദേശ മന്ത്രാലയം ഒരു കാര്യം കൂടി സ്പഷ്ടമായി പറയുകയാണ്, POK അത് ഞങ്ങൾക്ക് വേണമെന്ന്. ഉറച്ച ഒരു നിലപാടാണല്ലോ അത്. ഇന്നലെ പ്രധാനമന്ത്രിയും പറഞ്ഞു, ഇനി ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ അത് POKയെ കുറിച്ച് മാത്രമായിരിക്കുമെന്ന്, പാക് അധീന കശ്മീരിനെ കുറിച്ചല്ല. ഡെഫിനറ്റായിട്ട് ഈ POK എന്നുള്ളത് നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണെന്നുള്ളതും, അത് കാരണം കാശ്മീർ എന്നുള്ളതും പിന്നെ ഒരു POK, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരാണ്. നമ്മളിവിടെ പറയുന്നത് കാശ്മീർ, JNK, ജമ്മു ആൻഡ് കാശ്മീർ, അപ്പുറത്ത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ്. ഇത് 48-ൽ നടന്നിട്ടുള്ള വലിയൊരു അബദ്ധമായിരുന്നു. അതിനുശേഷം നമുക്ക് തിരിച്ച് ആ രാജ്യത്തോട്ട് കയറി ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടും അന്നത്തെ ഗവൺമെൻറ് അതിന് മുതിർന്നിട്ടില്ല.
പിന്നീട് അത് അവർ പാകിസ്ഥാൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. അവർ ആ സ്ഥലങ്ങളെ മുഴുവൻ ഇന്നും അവർ കണക്കാക്കുന്നത് ഇത് കാശ്മീരീസാണ്, അല്ല പാകിസ്ഥാനീസ് അല്ല. അതുകൊണ്ടാണ് ആ പ്രദേശത്തിന് ഒരു വിധത്തിലുള്ള ബെനിഫിറ്റ്സും ആ രാജ്യം കൊടുക്കുന്നില്ല, ഒരു വിധത്തിലുള്ള സബ്സിഡി കൊടുക്കുന്നില്ല, ഒരു വിധത്തിലുള്ള ഡെവലപ്മെൻ്റ് അവർ ചെയ്യുന്നില്ല. എന്നാലോ ആ സ്ഥലം, ഇതിനപ്പുറത്തുള്ള ഫോട്ടോഗ്രാഫ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, കാശ്മീരിനെ പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത്. ഇത്രയും ചെറിയ ചെറിയ തടാകങ്ങളും വാലീസും ഇതെല്ലാം ഉള്ളൊരു സ്ഥലം. ആ സ്ഥലത്തിനെ ഇവന്മാരൊരു ഭീകരവാദ സെൻ്ററാക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ്, പാകിസ്ഥാൻ്റെ സൈഡിൽ അവർ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവിടെ നടക്കുന്നത് ഈ ടെററിസമാണ്. അപ്പം ആ ടെററിസം ക്യാമ്പുകളെ ഇപ്പം നമുക്ക് ഈ ഒരു അവസരം കിട്ടിയതുകൊണ്ട് 6 മേജർ ടെററിസ്റ്റ് ക്യാമ്പുകളെ നമ്മൾ തകർത്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു 10-21 ചെറിയ ചെറിയ ക്യാമ്പുകളാണ്, വലിയ മേജർ ക്യാമ്പുകളായിട്ടില്ല. പക്ഷേ എങ്കിലും ആ ക്യാമ്പുകൾക്ക് പോലും ഒരു ത്രെട്ടായി തന്നെയായിരിക്കും നമ്മൾ ഇനി സംസാരിക്കുന്നത്. എന്തായിരിക്കും? പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. അതിന് വലിയ അധികം സമയമൊന്നും എടുക്കില്ല. കാരണം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എവിടുന്ന് തുടങ്ങുന്നു എവിടുന്ന് അവസാനിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. ബിക്കോസ് ദർ ഇസ് നോ ഡിമാർക്കേഷൻ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നോർത്തേൺ സെക്ടറിൽ, കുപ്വാഡ സെക്ടറിന് അപ്പുറത്തോട്ട് പോയി തങ്കരിന് അപ്പുറത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളെല്ലാം നദികൾ പോലും നമുക്ക് കാണാം. നദികളുടെ നടുവിലൂടെയാണ് LOC പോകുന്നത്. LOC അത് ഡിമാർക്കേഷൻ, കമ്പി വലിയതൊന്നുമില്ല. അവിടെയെല്ലാം ഇതാണ് നമ്മുടെ സ്ഥലം, അതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ അങ്ങനൊരു സംസാരം, ഇത് പണ്ട് ഒരു 8 മാസം 10 മാസം മുന്നേ അമിത്ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതിൽ പിടിച്ചെടുക്കേണ്ടതായിട്ടില്ല, ഇതിലൊരു സംസാരം നടത്തിക്കൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഇങ്ങനെ തന്നേക്കും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാൻ അറിയാം നമ്മുടെ ബലം എന്താണെന്നുള്ളത്. അതേ സമയത്ത് വേറൊരു സംഭവങ്ങളുണ്ട്. പാകിസ്ഥാൻ മനസ്സിലാക്കി അവരുടെ വീക്ക്നെസ് എന്താണെന്ന്. ആ വീക്ക്നെസ്സിനെ അവർ ശക്തീകരിക്കുന്നതിന് മുന്നേ ഈ സംസാരങ്ങളെല്ലാം ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലോട്ട് ഇതിനെ മാറ്റുക എന്നുള്ളത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് POK കുറിച്ച് നമ്മൾ സംസാരിക്കാം. അപ്പോൾ ആ സംസാരം വരുന്ന സമയത്ത് ഒരിക്കലും ഒരു യുദ്ധസമാനമായിട്ടുള്ള നീക്കം ഉണ്ടാവില്ല. ഇത് അമിക്കബിളായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാന് ദിസ് ഇസ് ഗുഡ് ഫോർ പാകിസ്ഥാൻ. അതേ സമയത്ത് തന്നെ നമുക്കും ഇത് ക്യാപ്ചർ ചെയ്യാം എന്നുള്ള, ക്യാപ്ചർ അല്ല നമ്മുടെയാണ് തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ വന്നാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മുട്ടി നിൽക്കുന്ന എവിടെയായിരിക്കും? മാക്സിമം പാകിസ്ഥാൻ്റെ ബോർഡർ അല്ലെങ്കിൽ ഈ LOC ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ, ഈ നുഴഞ്ഞുകയറ്റത്തിൻ്റെ സ്ഥലങ്ങൾ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ വന്നു. നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഈ ടെററിസത്തിന് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ടെററിസത്തിൻ്റെ പോക്കും വരവും വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് വിൽ ബിക്കം ബോർഡർ. ഒരു ബോർഡർ എന്ന് പറയുന്ന സമയത്ത് 24 hours വാച്ച് ടവേഴ്സും കമ്പി വിലകളും എല്ലാം ആയിക്കഴിഞ്ഞാൽ നല്ല ചിലവുണ്ട്. നമ്മൾ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ ജമ്മുവിൽ നിന്ന് പിന്നെ നമ്മൾ ഫുൾ ബോർഡർ ബിൽഡപ്പ് ചെയ്യണം, ആ നോർത്തേൺ സെക്ടർ ഫുള്ളായിട്ട്. ഓക്കെ, മൗണ്ടൻസിലേക്ക് എത്തുന്ന സമയത്ത് വി ക്യാൻ ലീവ് ഇറ്റ്. ബട്ട് ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് അത് ചില്ലറ ചിലവൊന്നും ആവില്ല. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ സംസാരിച്ചിട്ട് അമിക്കബിളായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ ബ്ലഡ് ഷെഡൊന്നും ഇല്ലാതെ വി ക്യാൻ ഗെറ്റ് ദിസ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ടു അസ്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ ജനങ്ങളെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ 370 ആർട്ടിക്കിൾ ഇവിടുന്ന് കഴിഞ്ഞ് പോയതിന് ശേഷം കാശ്മീരീസ് എങ്ങനെ റിയലൈസ് ചെയ്തോ, ഇന്ന് ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം നമ്മൾ 2 രീതിയിലുള്ള കാശ്മീരീസിനെ കണ്ടു. ഒന്ന് നമുക്ക് വേണ്ടി കരയുന്നവർ, അതിനകത്ത് 2-3 ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് മാത്രമാണ് ഇപ്പോഴും ആ ഒരു ചിന്താഗതി നിൽക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നല്ല, ഞങ്ങൾ ഇപ്പോഴും മിലിറ്റൻസി മൈൻഡാണ്. പക്ഷേ 90% കാശ്മീരീസ് ഹാവ് ബിക്കം ദ പ്രോപ്പർ, ദേ അണ്ടർസ്റ്റുഡ് വി ആർ ദ പാർട്ട് ഓഫ് ഇന്ത്യ. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് ഈസ് ദർ ടു പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളും അവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സും ഇതെല്ലാം കാണുന്നതും റേഡിയോ ന്യൂസുകൾ കേൾക്കുന്നതും TV ന്യൂസുകൾ കേൾക്കുന്നതും എല്ലാം എന്ത് സംഭവിച്ചു കാശ്മീരിന്, എങ്ങനെയാണെന്ന് കാശ്മീരിലെ ജനങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നത്, ഇതൊക്കെ അവർ കാണുന്ന സമയത്ത് നമുക്കിത് ആയിക്കൂടെ? കാരണം അവരെ ഒരു വിധത്തിലും പാകിസ്ഥാൻ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവരെ ഇന്നും ആ കാശ്മീരീസായി കാണുന്നു. അവർ വെറും ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടാണ്, ടെററിസം വളർത്താനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും കാശ്മീർ എങ്ങനെ ടൂറിസത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് കാശ്മീരിനെ ഈ ലെവലിൽ എത്തിച്ചോ അതുപോലെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മേജർ രവി, ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള ഇപ്പോഴത്തെ സംഘർഷം ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങിയ സമയത്തും ആ സമയത്തും എന്തിനാണ് ജയിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്ന് ചോദിക്കുന്നവർ രണ്ടാമത്തെ വാചകമായിട്ട് പറയുന്നത് POKയുടെ കാര്യമാണ്. അതിലൊരു തീരുമാനത്തിൽ എത്താമായിരുന്നുവല്ലോ എന്ന്. പക്ഷേ അത് ഈ സന്ദർഭത്തിൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ലല്ലോ. അതൊരു ചെലവേറിയ കാര്യമാണ്, ഇല്ലേ? അതൊരു യുദ്ധവേറി നമുക്ക് കൂടുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് കൂടി വരുമല്ലോ, അല്ലേ? മഞ്ജുഷ്, ഇത് ആളുകൾക്ക് ഇത് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇത് പറയാം.
മനുഷ്യരൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇത്രയും സ്പേസ് കിടക്കുന്ന അവിടെയുള്ള ജനവാസം മുഴുവൻ നമ്മൾ ഒരു പ്രാവശ്യം ഒക്യുപ്പേഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവരെ മുഴുവൻ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ രാജ്യത്തിനാണ്. അപ്പോൾ ആ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് മണി. അറ്റ് ദ സെയിം ടൈം ഈ കംപ്ലീറ്റ് ബോർഡർ ബിൽഡപ്പ് ചെയ്യുക, ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഒരു കിലോമീറ്റർ ബോർഡർ ബിൽഡപ്പ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ ചെയ്തു വരുമ്പോഴേ അറിയുള്ളൂ. അതിന് നിങ്ങൾ ആ ബോർഡറിലോട്ട് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ എല്ലാം അത്രത്തോളം സൈന്യങ്ങളെ നമ്മൾ വിന്യയിക്കണം, അതുപോലെ പിക്കറ്റുകൾ ഉണ്ടാക്കണം, എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ റോഡ് ബിൽഡ് ചെയ്യണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഓൾ ദാറ്റ് ഈസി. ഇത് ചുരുങ്ങിയതൊരു 10-15 വർഷത്തിന്റെ ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം കൃത്യമായിട്ട് നിർവചിച്ചു കഴിഞ്ഞു. POK ഞങ്ങൾക്ക് വേണം, അത് ശരിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം ഇന്ത്യയുടെ മുന്നിലുണ്ട്. അല്ലാതെ പാക് സൈനികരോ പാക് ജനതയോ അല്ല ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷെ പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ട് അതേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അത് ശക്തമായിട്ടും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇങ്ങോട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളായിരിക്കും. അല്ല വെറുതെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പാലക്കോട്ട് പോയിട്ട് ഒരു ബോംബിട്ടു, അല്ലെങ്കിൽ അപ്പുറത്ത് ഉറിയിൽ പോയിട്ട് ചെയ്ത പോലെ ആ ക്യാമ്പ് അടിച്ച് ചേർത്ത് പോകുന്നില്ല. ഞങ്ങളങ്ങ് നിരക്കും. ആ നിരപ്പാക്കും എന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വിരൽ ചൂണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നേവരെ ചെയ്തിട്ടുണ്ട്. അത് ഈസ്റ്റേൺ സെക്ടറിൽ തുടങ്ങിയിട്ടുള്ള ഈ സർജിക്കൽ അറ്റാക്ക് നമ്മൾ ആദ്യം സർപ്രൈസായി. ആദ്യം തുടങ്ങിയത് ആ ഈസ്റ്റേൺ സെക്ടറിലായിരുന്നു. ഒരു കോൺവായെ അടിച്ച് തകർത്തിട്ടുള്ള അവന്മാരുടെ ക്യാമ്പ് പോയിക്കൊണ്ട് ആ കംപ്ലീറ്റ് മിലിറ്റൻസ് ക്യാമ്പ് തകർത്തു വന്നപ്പോൾ നിങ്ങൾ ഇത്രയധികം എക്സൈറ്റ്മെന്റ് ആയില്ല. കാരണം വെച്ചാൽ അവിടുത്തെ അറിയാത്തതുകൊണ്ട്. പക്ഷെ നേരെ മറിച്ച് പാകിസ്ഥാനിൽ ഉറിയിൽ വന്നിട്ട് അത് ചെയ്ത് പോയിട്ട് ആ ഉറി സ്ട്രൈക്ക് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓ ദിസ് ഇസ് വാട്ട് ഇസ് സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ശക്തിയെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ട വിൽ ബി ദ ട്രംപിന്റെ വാക്കുകൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇലക്ഷൻ മുന്നേ എന്താണ് പറഞ്ഞത്, ഇസ്രായേലിനും ഗാസയുടെയെല്ലാം കാര്യങ്ങൾ എന്തെങ്കിലും നടത്തിയോ? ഇപ്പം ടോട്ടലി പൾട്ടിയടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിട്ടേക്കൂ. അദ്ദേഹത്തിന് നിലനിൽപ്പിന് വേണ്ടി പല സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അതുപോലെയല്ല പാകിസ്ഥാൻ ഇത്രയും വീക്കായിട്ട് എന്ത് പറഞ്ഞാലും നുണ മാത്രം പറയുന്നതും അതുപോലെ തന്നെയുള്ള ഫോൾസ് പ്രൊപ്പഗൻഡ അടിക്കുന്നതും അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് കിട്ടുന്ന നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ വിശ്വസിക്കുന്നില്ല? ആദ്യം നമ്മുടെ രാജ്യത്തിനെ വിശ്വസിക്കാൻ പഠിക്കൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കൃത്യമായിട്ടുള്ള പത്രസമ്മേളനം നടത്തുന്നുണ്ട്, ടു ദ പോയിന്റ്. അല്ലാതെ അവിടെ ഇവിടെയും ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനമല്ല, കറക്റ്റുള്ള ബ്രീഫിംഗ് ആണ് അവർ നടത്തുന്നത്. ആർമി ഓഫീസേഴ്സും ആർമി നേവി എയർഫോഴ്സ് ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതാണുള്ളത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇതുവരെ മഞ്ജുഷ് ഒരു റഫാലിനും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പ്രൊപ്പഗൻഡ എന്തായിരുന്നു? 5 റഫാൽ പോയി എന്നാണ് പാകിസ്ഥാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ ഓരോ കാര്യത്തിലും അവർ പിന്നീട് പിന്നോക്കം പോകുന്നുണ്ട്. ഇപ്പോൾ 5 റഫാലിന്റെ കാര്യം പറഞ്ഞോട്ടെ. അതിന്റെ പ്രൂഫ് എവിടെയാണ്? പ്രൂഫ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. സോഷ്യൽ മീഡിയ അടക്കം ഇവിടുന്നൊക്കെ പൂട്ടിയിട്ട് പോയിരിക്കുന്നു. സോ നമ്മൾ ആദ്യം സോഷ്യൽ മീഡിയയാണ് അവർ പറഞ്ഞിരുന്നത്. ആ സോഷ്യൽ മീഡിയ എല്ലാം പോയിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ വിശ്വസിക്കുക. ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ പവർ എന്നുള്ളത്. നിങ്ങൾ ഇനിയിപ്പോൾ ആ ജമ്മുവിൽ പോയിട്ട് ലോക്കൽ ജനങ്ങളോട് ചോദിക്കും. ബിക്കോസ് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഇവിടുന്ന് ഒരു സിനിമ യൂണിറ്റ് ബിക്കാനേറിലുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഞങ്ങളുടെയൊക്കെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള രാജേഷ്, അവൻ പറഞ്ഞത്, ചേട്ടാ അതിങ്ങനെ പോകുന്നുണ്ട് വേറെ കൂടെ, അവിടുന്ന് ഏറെ തന്നെ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഈ പോകുന്ന മുഴുവൻ അവിടുന്ന് വരുന്നതിനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര ശക്തരാണെന്ന്. ആൻഡ് ബി പ്രൗഡ് ഓഫ് അവർ കൺട്രി റാദർ ദാൻ ക്രിട്ടിസൈസിങ് അവർ കൺട്രി. ഇത് ഓക്കെ, ഒരു യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജസ് വരും. പക്ഷേ ഇവിടെ ഡാമേജ് കൂടുതലായെന്നുള്ളത് നമ്മൾ തന്നെ പറയുന്ന സമയത്ത് ഹൗ ഫാർ യു ക്യാൻ കോൾ യുവർ സെൽഫ് ആസ് എ പെട്രിയോട്ട്. നമ്മുടെ രാജ്യത്തിന് എന്ത് ഡാമേജ് വന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി പറയുന്ന ആളുകളെ കാണുന്ന സമയത്ത് അത് കുറച്ച് മനോഷം ഉണ്ടാക്കുന്നതാണ്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും, ഞാൻ ആ ബോർഡറിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളാണ്, പാകിസ്ഥാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സോൾജേഴ്സും ഓഫീസേഴ്സും സിങ്ക്രണൈസ്ഡ് അല്ല. ഒരിക്കലും സോൾജേഴ്സിന് ഓഫീസേഴ്സുമായിട്ട് സിങ്കായിട്ട് പോവില്ല. കാരണം വെച്ചാൽ അവരെന്നും ആ ഒരു ബൂർഷ മെൻറ്റാലിറ്റിയിലാണ് ഇവരെ കാണുന്നത്. കാരണം അവരും ജവാൻസിനെ കാണുന്നത് അങ്ങനെയാണ്, വളരെ ലോവറായിട്ടുള്ള നിങ്ങളവർ പണിയെടുക്കേണ്ട അടിമകൾ മാത്രം. അപ്പോൾ ഒരു യുദ്ധം വരുന്ന സമയത്തും അവരത് കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് വെപ്പൻസ് അവിടെ ഉണ്ടായിരിക്കും, ഇവിടെ ഉണ്ടായിരിക്കും. റഫാല ഇവിടെയുണ്ട്, അപ്പുറത്ത് F-16 ഉണ്ട്. പക്ഷെ ഇതാരാണ് ഫ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ പിറകിലിരിക്കുന്ന ആളാരാണ്, അത് ഇന്ത്യക്കാരൻ ഓഫീസേഴ്സാണോ അതോ പാകിസ്ഥാനി ഓഫീസേഴ്സാണോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണത്. ഈ ആളുടെ ഡെഡിക്കേഷൻ എന്താണ്, അപ്പുറത്തുള്ളവൻ്റെ
ഹെൽപ്ലെസ്നെസ് എന്താണ്? ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഓൾവേസ് ഓൺ ദ അപ്പർ ഹാൻഡ്. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് വി ഷുഡ് ബിലീവ് ദ ഗവൺമെന്റ് വാട്ട് ദി ആർ സെയിങ് റാദർ ദാൻ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. നേരത്തെ നമ്മുടെ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞ സമയത്ത് ഐ റിയലി ലൈക്ക് ഇറ്റ് ബിക്കോസ് the way he said, we are all appreciating the Prime Minister and their effort and the government's effort. This should be the attitude. ഒരു യുദ്ധം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നീട് അവസരം കിട്ടുന്ന സമയത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇപ്പം നേരത്തെ മിസ്റ്റർ വേണുഗോപാൽ എന്തോ ചോദിച്ചത്, അതൊക്കെ വിരോധാഭാസങ്ങളാണ്. വെയിറ്റ്, ഇതെല്ലാം ഒന്ന് സമാധാനപ്പെട്ടിട്ട്, സമാധാനമായിരിക്കുന്നു. ഇപ്പം യുദ്ധം നിർത്തിയത് ഇപ്പോഴും ഞാൻ പറയുന്നു അവർക്ക് കിട്ടിയൊരു ജോൾട്ടായിരുന്നത്. അവരുടെ ഈ കാണുന്ന ഈ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻ്റെ അടുത്ത് വരയ്ക്ക് നമുക്ക് എത്താൻ സാധിച്ചു അവരറിയാതെ എന്നുള്ള ആ ഒരു ആഘാതം ആണ് അവരെ ഇമ്മീഡിയറ്റ്ലി അമേരിക്കയെ വിളിക്കാനും, പിന്നെ അവർക്ക് മനസ്സിലായി അമേരിക്ക വിളിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നേരെ DGMA വിളിക്കാം. DGMA 3:25 3 o'clock സംതിങ് ആണ് നമ്മുടെ DGMAനെയാണ് വിളിച്ചിരിക്കുന്നത്, അല്ല നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചിട്ടില്ല. അപ്പോഴും പറഞ്ഞ ഇതാണ്, നിങ്ങൾ 22-ന് അടിച്ചതിനാണ് ഞങ്ങൾ 7-ാം തീയതി അവിടെ തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിന് പിറകിൽ നിങ്ങൾ പിന്നെയും റിട്ടാലിയേഷൻ ആൻഡ് വി വിൽ കീപ് റിട്ടാലിയേറ്റിംഗ്. ടുഡേ ഇഫ് യു ഡു ഇറ്റ് ലൈക്ക് ദിസ് വി വിൽ ഡു ഇറ്റ്. ഇഫ് യു ആർ സെയിങ് ദാറ്റ് ഇറ്റ്സ് എ സീസ് ഫയർ, വി ആൾസോ റെസ്പെക്ട് ദാറ്റ് സീസ് ഫയർ. പക്ഷേ എന്നിട്ടും അന്ന് രാത്രി പാകിസ്ഥാൻ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ 9-10 മണിക്ക് അവർ പിന്നെയും ബോംബാർഡ്മെൻറ്റ് നടത്തി. ബോംബാർഡ്മെൻറ്റിലാണ് ഷെല്ലിങ്. പക്ഷേ ഇന്ത്യ റിയാക്ട് ചെയ്തിട്ടില്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് നമ്മുടെ ബലം അറിയുന്നതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്യാതിരുന്നത്. അതിനുശേഷം പിറ്റത്തെ ദിവസം ഒരു വാണിംഗ് കൂടെ കൊടുത്തു. DGM അവർ ആർമി, നേവി, എയർഫോഴ്സ് ബ്രീഫിംഗ് കൊടുക്കുന്ന സമയത്തോട് ഇന്നലെ വരെ ഞങ്ങൾ സഹിച്ചു, ഇന്നലെ സീസ് ഫയർ എന്ന് കഴിഞ്ഞിട്ടും നിങ്ങൾ അടിച്ചിട്ടുണ്ട്, ഇന്ന് രാത്രി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദെൻ ഡോണ്ട് ആസ്ക് ഫോർ സീസ് ഫയർ. അത് കറക്റ്റായിട്ട് അവിടെ കിട്ടി. ഇന്നലെ രാത്രി ഒന്നും നടന്നിട്ടില്ല, വളരെ സമാധാനപരമായത്. അപ്പോൾ കൊടുക്കേണ്ട മെസ്സേജ് കൃത്യമായിട്ട് കൊടുത്തതിൽ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്. അല്ലാതെ അമേരിക്കയുടെ പ്രഷറിലൊന്നല്ല നമ്മൾ വേണ്ടിയിരിക്കുന്നത്. ഇതിനേക്കാൾ ക്ലാരിറ്റി ആയിട്ട് സൈന്യത്തിന് പറയാൻ പറ്റുകയില്ലല്ലോ, പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റുകയില്ല. എന്നിട്ടും കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു വശത്തും കൂടി പറയും ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നിലപാടുകളെയും സ്വാഗതം ചെയ്യുന്നു, സൈന്യത്തിന് സല്യൂട്ട് എന്ന്. പക്ഷേ അതിന് മറുവശത്തും കൂടി നിങ്ങൾ ഈ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു യുദ്ധ സാഹചര്യമോ അല്ലെ ഇതുപോലെയുള്ള ഒരു ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ 2 സംവിധാനങ്ങളുണ്ട്. ഒന്ന് അതിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, 2 പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്ന മിലിറ്ററി. ഇത് നമുക്കറിയാം, ആദ്യമേ തന്നെ മിലിറ്ററിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു. അവരുടെ ഡ്യൂട്ടി 100% വിജയകരമായി തന്നെ ചെയ്തു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ചി 100% പെർഫെക്റ്റ് ആയിട്ട് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും വളരെയധികം അഭിമാനത്തോടെ അഭിനന്ദിക്കുകയാണ് ഇന്ത്യൻ ആർമിയെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ, ഇവിടെ ബഹുമാനോടെ BJPയുടെ വക്താവ് ഉൾപ്പെടെ പറഞ്ഞു അവിടെ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന്. ഇത് ഞാനിവിടെ പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അവിടെ മാർക്കോ റൂബിയോ, ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, ഓവർ ദ പാസ്റ്റ് 48 hours വൈസ് പ്രസിഡന്റ് വൈൻ ആൻഡ് ഐ ഹാവ് എൻഗേജ്ഡ് വിത്ത് സീനിയർ ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാൻ ഒഫീഷ്യൽസ് ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. വളരെ കൃത്യമായി തന്നെ അവിടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനകത്ത് ചോദിക്കുന്ന ഒറ്റ പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടുത്തെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ടല്ല. ഇവിടെ മിലിറ്ററിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിൽ, അതുപോലെ മിലിറ്ററിയോട് സീസ് ഫയർ ഏർപ്പെടണമെന്ന് ആവശ്യപ്പെട്ടത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. പക്ഷെ അങ്ങനെ അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം പറയാമായിരുന്നോ? അതും അമേരിക്കയുടെ പ്രഷറിന് വഴങ്ങി. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചോദ്യം. അല്ലാതെ ഇന്ത്യൻ മിലിറ്ററിയുടെ ക്രെഡിബിലിറ്റിയോ അവർ നടത്തിയ ഓപ്പറേഷൻസിയോ അല്ലെ അവർ നടത്തിയ അവകാശവാദങ്ങളോ ഒന്നും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷേ നമ്മളിങ്ങനെ അമേരിക്ക നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ നമ്മളെ മുട്ടിൽ എഴുതാമായിരുന്നോ എന്നൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇവിടെ പാകിസ്ഥാൻ ഇവിടെ സിംല എഗ്രിമെന്റിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും നമ്മൾ വി ആർ പാർട്ട് ഓഫ് ഇപ്പോഴും നമ്മൾ വി ആർ സ്റ്റിൽ പാർട്ട് ഓഫ് സിംല എഗ്രിമെന്റ് ആണ് 1971 എഗ്രിമെന്റ്. അതിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ തീർച്ച നിന്ന ഒരു വിദേശ നയമുണ്ട്. കാരണം ഇതൊന്ന് കാശ്മീർ എന്ന് പറഞ്ഞാൽ വളരെ ഹോട്ട് ഇഷ്യൂ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പോൾ POK ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നു, ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു POK എന്ന് പറയുന്നത്. പക്ഷെ POK എന്ന് പറയുന്നത് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം അവിടെ 1942 ചതുരശ്ര കിലോമീറ്റർ ഇവിടെ പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയിരിക്കുകയാണ്, കാരക്കോറം ഹൈവേ ഉൾപ്പെടെ. ഇവിടെ പറയുന്ന പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ നെഹ്റു സർക്കാരിന് വന്നൊരു വലിയ വീഴ്ചയാണത്രേ പാകിസ്ഥാൻ ഒക്കുപ്പടി കാശ്മീര് അവരുടെ കയ്യിലേക്ക് പോയത്, അല്ലെ നമുക്കത് പിടിച്ചു നിർത്താമായിരുന്നു. പക്ഷെ നമ്മൾ അന്നത്തെ ആ സാഹചര്യം എന്ന് പറയുന്നത് വൻശക്തി മുഴുവൻ നമുക്കെതിരായിരുന്നു.
അന്നത്തെ ഐക്യരാഷ്ട്രസഭയിലെ പിന്നെ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗങ്ങൾ ഇംഗ്ലണ്ട് ഉൾപ്പെടെ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ അവരെല്ലാം ഇന്ത്യയുടെ തലയിലേക്ക് വെച്ച് കെട്ടിയ വിഷയമാണല്ലോ ഈ പറയുന്നത് കാശ്മീർ എന്ന് പറയുന്നത്. കാരണം അന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം കാശ്മീരിന് ഇന്ത്യയോട് ചേരണമെങ്കിൽ ഒരു ജനഹിത പരിശോധന നടത്തണം, പ്ലബിസൈറ്റ്. അതാണ് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ വാദം എന്തായിരുന്നു? നമ്മൾ പറയുന്നത് ആദ്യം POK നിങ്ങൾ വിട്ടുക, അല്ലെ ആദ്യം പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിന് ഇങ്ങോട്ട് വിട്ടുക, അതിനുശേഷം നമുക്ക് ജനഹിത പരിശോധന നടത്താം. അത് പാകിസ്ഥാൻ സമ്മതമാണ്. കാരണം ഇത് രണ്ടും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം POK ഇങ്ങോട്ട് വിട്ട് ഇപ്പോൾ POK ഇങ്ങോട്ട് വന്നാൽ പാകിസ്ഥാൻ അടുത്ത ആവശ്യം വരും. എന്താണ്? അവിടെ ജനഹിത പരിശോധന നടത്തണം. പക്ഷെ അവിടെ വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ ചൈന അതിന്റെ തന്ത്രപരമായ ഭാഗം POKയിൽ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുക. നമ്മൾ POKയിലേക്ക് എന്തെങ്കിലും ഒരു നീക്കം നമ്മൾ ഇനി നടത്തുവാൻ പോയി കഴിഞ്ഞാൽ, അതാണ് 1971 വാറില് ഇന്ദിരാഗാന്ധി അത്രയും പിന്നെ മുന്നേറുമ്പോൾ, നമ്മുടെ സൈന്യം അത്രയും ശക്തമായി മുന്നേറുമ്പോൾ അന്ന് റഷ്യ ഓഫ് ചെയ്തതാണ്, നിങ്ങൾ POK അടിക്കുക, ഞങ്ങൾ എല്ലാ സപ്പോർട്ടും തരാം. പക്ഷെ എന്നിട്ടും നമ്മൾ സ്ട്രോങ് ആയി നിന്നത്. കാരണം ഇതിനെ രണ്ടിനെയും ക്ലബ് ചെയ്യരുത്. POK is another issue, ക്രിയേഷൻ ഓഫ് ബംഗ്ലാദേശ് is another issue. ഇത് രണ്ട് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞു സ്റ്റാൻഡ്. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ അതിവികാരപരമായിട്ടുള്ള പ്രസംഗവും ഇപ്പോൾ POK ഇഷ്യൂ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതും എല്ലാം എന്ന് പറയുന്നത് നമുക്ക് അവിടെ വളരെ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഇപ്പോൾ പറയുന്നു ട്രംപ് അദ്ദേഹത്തിന് PR വർക്കിന്റെ ഭാഗമായി നടത്തിയ പ്രസ്താവനയാണെന്ന് പറഞ്ഞാൽ പോലും അത് ഈ സീസ് ഫയർ. പക്ഷെ നമ്മളാരും യുദ്ധം മുന്നോട്ട് പോകുവാനോ POKയെ കുറിച്ച് ഇനി ചർച്ചയുള്ളൂ എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന അതിനെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്നാണോ? അല്ല, ഇത് കൃത്യമായ സ്റ്റാൻഡ് പറയാം. കാരണം നമുക്കറിയാം 1971 സിംല അഗ്രിമെന്റ് ഇന്ദിരാഗാന്ധിയും അന്ന് പിന്നെ സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച സിംല അഗ്രിമെന്റിൽ വളരെ കൃത്യമായി തന്നെ വന്ന ഒരു തീരുമാനം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ലൈൻ ഓഫ് കൺട്രോൾ, അതാണല്ലോ നമ്മുടെ ഈ പറയുന്ന പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലുള്ളത്. ലൈൻ ഓഫ് കൺട്രോളിനെ ഇന്റർനാഷണൽ ബോർഡർ ആക്കുവാനുള്ള തീരുമാനം എല്ലാം അതിനകത്തുണ്ടായിരുന്നു സിംല അഗ്രിമെന്റിന്. പക്ഷെ സുൽഫിക്കർ അലി ഭൂട്ടോ ഒരു കാര്യം ആവശ്യപ്പെട്ടു, ഇപ്പോൾ ഈ കരാറിലെ വിവരങ്ങൾ പുറത്തുവിടരുത്. കാരണം ഇന്ത്യ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് തന്നെ കാശ്മീർ ഇഷ്യൂ ഇനി ഒരിക്കലും പാകിസ്ഥാൻ ക്ലെയിം ചെയ്യില്ല, അല്ലെ പാകിസ്ഥാൻ ഇനി അല്ലെ കാശ്മീരിന് മേൽ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കില്ല, അത് ഈ പിന്നെ ലൈൻ ഓഫ് കൺട്രോളിനെ ഒരു ഇന്റർനാഷണൽ ബോർഡർ ആക്കി മാറ്റും. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, ഈ കരാറിലെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് തിരിച്ച് പാകിസ്ഥാനിൽ ചെന്നാൽ എന്റെ തലയുണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് അത് തന്നെയായിരുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാനിൽ ചെന്നു, അദ്ദേഹത്തെ അവിടെ പിന്നെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് പാകിസ്ഥാനിൽ. പക്ഷെ നമ്മൾ സിംല അഗ്രിമെന്റ് ഇപ്പോൾ പാകിസ്ഥാൻ അതിന്റെ അകത്ത് പിന്മാറി, പക്ഷെ ഇന്ത്യ അതിനകത്ത് റിഫ്യൂഷൻ സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഇനി സിംല അഗ്രിമെന്റ് പിന്നെ ഇനിയും നമ്മൾ ഉപേക്ഷിച്ചു എന്നൊരു സ്റ്റാൻഡ് ഇന്ത്യ ഗവൺമെന്റ് എടുത്താൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ പറഞ്ഞത് ഈ POK ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിലേക്കൊക്കെ ഇനി അല്ലെങ്കിൽ നമ്മൾ POK പിടിച്ചെടുക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ. കാരണം ഇടപെടുകയാണ് ശ്രീ യുവരാജ് ഗോകുൽ. അതിവൈകാരികമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നാണ് റോണി കെ ബേബി പറയുന്നത്. അല്ല, ഈ റോണി കെ ബേബി ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയിരുന്ന അദ്ദേഹം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് കരുതിയിരുന്നത്. മുട്ടിലിഴഞ്ഞു. എന്താണ് നിങ്ങൾ കുറച്ചുകൂടെ നിലവാരത്തോടു കൂടി കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാകാത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം, അതോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമിയും പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? ഇന്ത്യയുടെ DGMO പറയുകയാണ് എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ച് ഞങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്ന് ഇന്ത്യൻ ആർമി പറയുമ്പോൾ അതിനെ ഒന്നും വിശ്വാസമില്ല, അതിനൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നിങ്ങൾക്ക് ആർമിയെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഗവൺമെന്റിനെ വിശ്വാസമില്ല, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വെറുതെ ആണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹാത്യാപുരത്തെന്ന് വിളിച്ചത് ഒബാമ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കരയും എന്ന് പറഞ്ഞത്? അപ്പൊ അതെന്തായിരുന്നു? മുട്ടിലിഴയലായിരുന്നോ അതോ ഉരുളലായിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മുട്ടിലിഴയാനും ഉരുളാനും ഒക്കെ പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ്, അല്ലാതെ പറയാൻ കഴിയോ? കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ നിർദ്ദേശം വന്നപ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്ത് നിന്നാണ് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗിന്റെ എതിർപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. മൻമോഹൻ സിംഗിന്റെ എതിർപ്പ് 2004 തൊട്ട് 2014 വരെ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അടച്ച് വീട്ടിൽ കയറി ഇരുന്ന മൻമോഹൻ സിംഗിന്റെ എതിർപ്പുകളും മൻമോഹൻ സിംഗിന്റെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതൊന്നും വെറുതെ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് കയറിയിട്ട് 5 സൈനികരുടെ തലയറുത്തോണ്ട് പോയപ്പോൾ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അതാണ് അന്ന് മൻമോഹൻ സിംഗിന്റെ പണി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കമാവുന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം പറഞ്ഞു സോണിയാഗാന്ധി അല്ലല്ലോ.
മൻമോഹൻ സിംഗിനെ അല്ലേ? അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പറഞ്ഞ് ഞങ്ങൾ ആരും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് 2016 കഥകടച്ച് വീട്ടിൽ നിന്ന് പാരമ്പര്യമാണ് കോൺഗ്രസ്സുകാർക്ക് വരെ ഉള്ളത്. പിന്നെ നിങ്ങളുടെ കരച്ചിൽ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയുടെ പരമാധികാരം പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ 64 MP കത്തെഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറേ കോൺഗ്രസിനുള്ളത്. നിങ്ങൾ വെറുതെ ഒരു കാര്യം ഞങ്ങളെ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കരുതേ. ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിനെയും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സീസ് ഫയർ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ DGMO ഇവിടെ വിളിച്ചു, ഞങ്ങളോട് യാചിച്ചു. ഇന്ത്യൻ ആർമി പറഞ്ഞതാണ്, ഞങ്ങളോട് യാചിച്ചു. They begged before us. ഞങ്ങളോട് യാചിച്ചു. എന്തിനാണ്? സീസ് ഫയർ കൊണ്ടുവരണം, ഇനി ഇവിടെ വെടിനിർത്തൽ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ആർമിയുടെ DGMO ഇന്ത്യൻ ആർമിയുടെ DGMOയെ വിളിച്ച് ബെഗ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ സീസ് ഫയർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ഈ നിലപാട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പെറ്റി പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ഈ തരത്തിലേക്ക് ഈ രാജ്യത്തിനെ തരം താഴ്ത്തരുത്. നിങ്ങൾക്ക് സ്ഥിരം പണിയാണ്. നിങ്ങൾ ഇന്ത്യയുടെ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് കത്തെഴുതുന്നതിൽ തുടങ്ങി ഈ നിമിഷം വരെയും നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനെ ആർക്കെങ്കിലും ഒക്കെ കൊണ്ട് അടിയറവ് വയ്ക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ കുലം കുത്തികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പണി, ഈ 5ാം പത്തി പണി ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യരുത്. ശരി, ശ്രീ രഘുനാഥ് നായർ, അവസാനമായി ഈ POK ഞങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായി ഉന്നയിക്കുകയാണ് ഇന്ത്യ. ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? POK നമുക്ക് വേണമെന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിന്റെ ഈയിടെ അടുത്ത കാലത്ത് ഒരു പത്രക്കാരന്റെ ചോദ്യത്തിന്, ഒരു പാകിസ്ഥാനി പത്രക്കാരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, നിങ്ങൾ കട്ടെടുത്തോട്ട് പോയത് ഞങ്ങൾക്ക് തിരിച്ചതാ, അത് വേണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അമിത്ഷാ ലോക്സഭയിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം POK പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ അല്ല, അത് കാശ്മീർ പൂര അമാര എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു വിഷയം കൂടി ഉണ്ട്. നമ്മൾ ഈ POK തിരിച്ചു പിടിക്കണം എന്ന് പറയുമ്പോൾ ഇത് 1965 യുദ്ധം കഴിഞ്ഞപ്പോൾ തിരിച്ചു പിടിക്കായിരുന്നു. 1971 യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മൾ പിടിച്ച സ്ഥലങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുക്കുമായിരുന്നു. നമ്മൾ ഒരു ടേംസും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ടേംസ് അവിടെ വെച്ചുള്ളത് 100% അഡ്വാൻറ്റേജ് പാകിസ്ഥാനായിട്ടുള്ള ടേംസിലാണ് ആ ഒരു സിംല കരാർ ഒപ്പിട്ടത്. ഇപ്പൊ പാകിസ്ഥാൻ അതിൽ നിന്ന് പുറകോട്ട് പോയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി POK പെട്ടെന്ന് കയറി അനക്സ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മേജർ രവി സാർ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പെൻഡിച്ചറും അതിന് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് എഫേർട്സ് ഉണ്ട് അതിനകത്ത്. ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. അതിന് പുറമെ POKയിലെ ജനസംഖ്യ ഏകദേശം 5 മില്യൺ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ ഈ 5 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മില്യണിലെ ഒരു കുറഞ്ഞൊരു 50% എങ്കിലും ട്രെയിൻഡ് മിലിറ്റൻസ് ആയിരിക്കുമല്ലോ, ഏറ്റവും കുറഞ്ഞത്. അല്ലെ വേണ്ട, അതിനകത്ത് 1 മില്യൺ ട്രെയിൻഡ് മിലിറ്റൻസ് ഉണ്ടെങ്കിൽ ആ POK നമ്മൾ അനക്സ് ചെയ്യുമ്പോൾ, ഈ എൻറ്റയർ പോപ്പുലേഷനെ അനക്സ് ചെയ്യുമ്പോൾ ഇതിൽ മിലിറ്റൻസ് ആരാണ്, മിലിറ്റൻസി മൈൻഡ് സെറ്റ് ഉള്ളത് ആരാണ്, ട്രെയിൻഡ് ആരാണ്, അൺട്രെയിൻഡ് ആരാണ്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഈ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം തീവ്രവാദികളെ അല്ലെ ട്രെയിൻഡ് മിലിറ്റൻസിനെ നമ്മളിങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന്. ഇതെങ്ങനെ ഫിൽട്ടർ ചെയ്യും? കാരണം അവർക്ക് കന്യാകുമാരി വരെ ഇപ്പൊ ഇന്ത്യയിലോട്ട് അനക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അവർക്ക് ഓൾ ഓവർ ഇന്ത്യ ട്രാവൽ ചെയ്യാനും എവിടെ പോകാനും സഞ്ചരിക്കാനും ജോലി ചെയ്യാനും എല്ലാത്തിനുമുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഈ രോഹിംഗ്യക്കാർക്കൊക്കെ നമ്മളിവിടെ കൊടുത്ത് വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ അവരുടെ റേഷൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്. ഞാൻ ഈ ബംഗാളില് നോർത്ത് 24 പെർഗനാസ് എന്ന് പറയുന്ന ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ബംഗാളില്. അവിടെ ഞാനൊരു 4 വർഷം ഉണ്ടായിരുന്നു, 95 to 99. ഞാൻ അവിടെ കണ്ടാണ്, ഫിസിക്കലി അവിടെ കണ്ടാണ് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് അതിലൊക്കെ രൂക്ഷമായിരിക്കും, ഭീകരമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഹമാസിനോട് ചെയ്ത പോലെ തന്നെ എല്ലാത്തിനും കൂടെ തള്ളി ഒരു മൂലയ്ക്കാക്കി അവിടുന്ന് പുറത്താക്കിയിട്ട് വേണം നമ്മളത് അനക്സ് ചെയ്യാനായിട്ട്. ഇതൊക്കെ കീറാമുട്ടിയായിട്ട് കിടക്കുകയാണ് ഒരു ഗവൺമെന്റിന്. അപ്പൊ അത് ഇന്റർനാഷണൽ ക്രിറ്റിസിസവും എല്ലാം അതിന്റെ പുറത്ത് ഒരുപാട് വരും. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ്. ഇത് വളരെയധികം സമയം എടുക്കും. ഇതിന് നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും, ഒരുപാട് തോട്ട് പ്രോസസ്സ് ഇതിന്റെ പുറകിൽ നടക്കേണ്ടി വരും, ഒരുപാട് ഡിസ്കഷൻസ് നടക്കേണ്ടി വരും ഇതെങ്ങനെ വേണമെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെയാണെന്ന് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഇപ്പൊ ഇസ്രായേലിൽ ആ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രതിപക്ഷവും ഭരണ കക്ഷിയും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയുണ്ട്. ഞാനൊരു പൊളിറ്റിക്കൽ ആംഗിളിലല്ല ഞാൻ പറയുന്നത്, കണ്ട കാര്യങ്ങളാണ്. നമ്മൾ 2ാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനിയായിട്ടുള്ള അന്നത്തെ സോണിയാഗാന്ധി അതിനെ അപലപിച്ചു. അത് നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞു, അന്താരാഷ്ട്ര സമൂഹത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജ് ആണെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ടാണ് അമേരിക്ക നമുക്ക് ഉപരോധം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിട്ടിരിക്കുന്ന സമയത്ത് ഈ വിഷയം ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്താണെന്ന് ലോക്സഭയിൽ പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു വാർ സ്ട്രാറ്റജി ഇപ്പൊ ഈ ചെയ്ത കാര്യങ്ങൾ, ഈ സ്ട്രാറ്റജി നമുക്ക് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? ബാലക്കോട്ടിൽ തെളിവ് ചോദിച്ചിട്ട് അവസാനം നാളുകൾക്ക് ശേഷം ഒരുപാട് എഡിറ്റിങ്ങിന് ശേഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ചെറിയ ക്ലിപ്പിക്ക് പുറത്തു വിട്ട ആ ഒരു ബാലക്കോട്ട് ആക്രമണത്തിന്റെ. കാരണം ഇതൊന്നും നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല, ഇത് ടോട്ടൽ മിലിറ്ററി സീക്രട്സ് ആണ്. ഇപ്പം ഇംഗ്ലണ്ടിന്റെ പഴയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പിന്നെ ഫാക്ലാൻഡ് വാറോ അല്ലെ ഇസ്രായേലിന്റെ ഈജിപ്തിന്റെ വാറിന്റെ കാര്യങ്ങളോ, ഇതിന്റെയൊക്കെ ആ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും പുറത്തു വിടും? ഒരു മനുഷ്യരെ പുറത്തു വിടില്ല. അപ്പൊ ഇത് ചോദിക്കുന്നത് തന്നെ മറ്റാർക്കോ വേണ്ടിയാണെന്ന് പറയാം. കാരണം ഞാനത് പറയാനൊരു കാര്യമുണ്ട്. ഞാനൊരു പൊളിറ്റിക്കലായിട്ട് എടുക്കണ്ട, ഫാക്ട്സ് ആണ്. സംശയമുള്ളവർക്ക് ഇഷ്ടംപോലെ ഇന്റർനെറ്റ് ചെയ്യാം. 2008 ശ്രീ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കൂടെ ചൈനയിൽ ഒന്ന് പോയിട്ടുണ്ട്. അന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഒരു MP പോലും അല്ല. ചൈനയിൽ പോയിട്ട് അതിന്റെ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർടേക്കിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട് ചൈനയിൽ. ഇത് എല്ലാ മാധ്യമങ്ങളിലും വന്നാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റ്സ് നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് അവർ പറയുന്നില്ല. എവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നില്ല, ചൈനയും ഒട്ടും പറയുന്നില്ല. ഇതിന്റെയൊക്കെ നിഗൂഢമായ കാര്യങ്ങൾ ഇത് 2008 ഇതൊന്നും ഇന്ന് വരെ വെളി വന്നിട്ടില്ല. അതുപോലെ തന്നെ മഞ്ജുഷ, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാം, 2009 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ 3 to 4 years നമ്മുടെ 11 ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസസിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഒരാൾ ബാത്റൂമിന്റെ വെന്റിലേറ്ററിൽ കെട്ടി തൂക്കി ചാകുന്നു, ഒരാൾ രാവിലെ നടക്കാൻ പോയപ്പോ പിന്നെ പുഴയോരത്ത് മരിച്ചു കിടക്കുന്നു. ഇതിനെക്കുറിച്ച് ഓൺ ദ സ്പോട്ട് അന്വേഷണം നടത്തി ഇപ്പൊ ഒരു തെളിവുമില്ല, യാതൊന്നുമില്ല. അതെല്ലാം ആത്മഹത്യ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലാക്കി മാറ്റി. ഇനിയിപ്പോ ആരൊക്കെ വന്ന് അന്വേഷിച്ചാലും തലകുത്തി മറിഞ്ഞാലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ രീതിയിൽ തെളിവുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇത്രയും 11 ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞ കുഞ്ഞുകളിയാണ്. പിന്നെ നമ്മുടെ ഈ നമ്പിനാരായണന്റെ കേസും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിനകത്തുള്ള പിന്നെ എന്താ പറയാ ശത്രുക്കളെയാണ് ആദ്യം നമ്മൾ നേരിടേണ്ടത്. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അമേരിക്കയുടെ ഇടപെടൽ വെടിനിർത്തലിൽ സംശയിക്കണം. വേണമെന്ന് 68% പ്രേക്ഷകർ, വേണ്ട എന്ന് 28%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.